بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يحاجون في الله من بعد ما استجيب له حجتهم داحضة عند ربهم وعليهم غضب ولهم عذاب شديد. الله الذي أنزل الكتاب بالحق والميزان، وما يدريك لعل الساعة قريب. يستعجل بها الذين لا يؤمنون بها، والذين آمنوا مشفقون منها ويعلمون أنها الحق. ألا إن الذين يمارون في الساعة لفي ضلال بعيد. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أمر بأفناء القبور كأنني أخو فتنة والثوب فيه نحيف، ومن شق فاه الله قدر رزقه، وربي بمن يلجأ إليه لطيف. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. വന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടി നാം പറയുന്നതും കേൾക്കുന്നതും ദുആയിരക്കുന്നതും എല്ലാം സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ഉമറാക്കൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കാരണം വിഷമം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും മറുനാട്ടിലും ദുആ കൊണ്ട് അറിയിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമടഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട കോയട്ടിക്ക അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കും. വിശുദ്ധ ദീനിൻ്റെ തെളിവുകൾ സത്യസന്ധമായി ഓരോന്നും പഠിപ്പിച്ച് ഒരുപാട് അമാനുഷിക സിദ്ധികൾ കാണിച്ചു കൊടുത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാത്തതിൻ്റെ കാരണം ഇന്നലെ നാം മോദിവെച്ച ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ഭൗതികമായ ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ സത്യം അറിയാത്തതുകൊണ്ടല്ല, മനസ്സിലാകാത്തതുകൊണ്ടും അല്ല, ദീനീ ദഅവത്ത് എത്താത്തതുകൊണ്ടും അല്ല. ഇന്നും ലോകത്തിൻ്റെ സംവിധാനത്തിൽ അങ്ങനെ തന്നെയാണ് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും എപ്പോഴും സത്യസന്ധമായ ദീൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന്, അതാണ് സ്വീകരിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും ദീനിൽ തർക്കിക്കുകയും വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അന്നത്തെ ആളുകൾക്കും ഇന്നത്തെ ആളുകൾക്കും ഒക്കെ മറുപടിയായിട്ട് അല്ലാഹു തആല പറയുന്നു, വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹ്, അള്ളാഹുവിൽ അഥവാ അള്ളാഹുവിൻ്റെ ദീനിൽ തർക്കിക്കുന്ന ആളുകൾ, മിൻ ബഅദി മസ്തുജീബ ലഹു, ആ വിശുദ്ധ ദീനിലേക്ക് ഉത്തരം ചെയ്യപ്പെട്ട ശേഷം, ഒരുപാട് ആളുകൾ ദീന് സ്വീകരിച്ച് കടന്നു വന്ന ശേഷം വീണ്ടും തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലും മദീനയിലും വിവിധ ദേശങ്ങളിലുമുള്ള ആളുകൾ വന്ന് സത്യം ബോധ്യപ്പെട്ട ശേഷം അവർ വിശ്വസിക്കുകയും സത്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു പ്രത്യേകം സഹായം നൽകുകയും ചെയ്ത ശേഷവും തർക്കിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും അവസാനത്തെ നബി എന്നും ബോധ്യപ്പെട്ട ശേഷം പിന്നെയും തർക്കിക്കുന്നവർ, അങ്ങനെയും അതിന് തഫ്സീറുണ്ട്. കാരണം തങ്ങൾ പൂജാതരാകുന്നതിൻ്റെ മുമ്പ് മദീനയിലുണ്ടായിരുന്ന വ്യത്യസ്ത യഹൂദികൾ, അതിൽ പ്രധാനപ്പെട്ടവർ ബനൂ ഖുറൈളയും ബനൂ നളീറുമാണ്. അവർ സംഘട്ടനത്തിനിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ അൻസുർന ബിൻ നബിയിൽ മബ്ഊസ് ഫി ആഖിരി സമാൻ, ഞങ്ങൾ സംഘട്ടനത്തിന് പോവുകയാണ്, ആഖിറു സമാനിൽ അയക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്യും. ആ ദുആഇന്റെ ഫലമായി അവർക്ക് വലിയ വിജയം കിട്ടാറുണ്ട്. ജനങ്ങളോടൊക്കെ അവർ പറയും നബി വരാനുണ്ട്, ആ നബിക്ക് അല്ലാഹു തആല പ്രത്യേകം സഹായവും സംരക്ഷണവും ശക്തിയും നൽകും, ആ നബിയുടെ ദഅവത്ത്, പ്രബോധനം, ക്ഷണം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും എത്തും. ഇങ്ങനെയൊക്കെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കും. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവര് തർക്കിക്കാൻ മുൻപന്തിയിലായിരുന്നു. അവരെ തർക്കത്തിന്റെ ശൈലി വിവിധ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ മുഫസ്സിറുകൾ. അതിൽ ചില വിഷയങ്ങളൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. അതിലൊന്ന് പഴക്കം പറഞ്ഞുകൊണ്ടാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് വന്ന നബിയാണല്ലോ ഈസാ നബിയും മൂസാ നബിയും.
അപ്പൊ അവരുടെ ദീനാണ് ഇവിടെ പഴക്കമുള്ള ദീന്. അത് രണ്ടും ഒന്നാണ്. ഇന്നലെ നാം പറഞ്ഞു അടിസ്ഥാനപരമായിട്ടൊരു മാറ്റമില്ല, ശാഖാപരമായി ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ എളുപ്പം കിട്ടിയ നിയമങ്ങൾ ഈ ഉമ്മത്തിനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നൽകിയ ഒരു വളരെ വലിയൊരു ഭാഗ്യമാണ്, എളുപ്പമാണ്, അള്ളാഹുവിന്റെ ഒരു കനിവാണ്. വളരെ കർശനമായ നിയമങ്ങളിൽ നിന്ന് ഭേദഗതി വരുത്തി അല്ലാഹു തആല ഈ ഉമ്മത്തിന് എളുപ്പം തന്നു. പക്ഷെ എന്നാലും അവർ പറയും കിതാബുനാ ഖബല കിതാബിക്കും, ഞങ്ങളെ കിതാബ് നിങ്ങളെ കിതാബിന്റെ മുമ്പ് ഇറങ്ങിയതാണ്. വനബിയുനാ ഖബല നബിക്കും, ഞങ്ങളുടെ നബി നിങ്ങളെ നബിന്റെ മുമ്പുള്ള നബിയാണ്. അതുകൊണ്ട് നിങ്ങളെക്കാളും നല്ലവർ ഞങ്ങളാണ്. ഇത് തർക്കത്തിന്റെ ഒരു ശൈലിയാണ്. ഞാൻ വിശദമായിട്ട് വായിക്കാം. ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹ് മിൻ ബഅദി മസ്തുജീബ ലഹു, ദീനിന് പലരും ഉത്തരം ചെയ്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ, മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് വരെ ആളുകൾ മദീനയിൽ എത്തിയിട്ടുണ്ട്. അതൊരു ഉദാഹരണം എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ആ വന്ന ആളുകളിൽ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പേർഷ്യയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ദൂരദിക്കുകളിൽ നിന്ന് വന്ന് താമസമാക്കിയവരും സന്ദർശിച്ച് തിരിച്ചുപോയവരും പലരും ഉണ്ട്. അവരെല്ലാവരും വിശ്വസിച്ചു, സ്വീകരിച്ചു, അടുത്ത ആളുകൾക്ക് കൈമാറി. അപ്പോഴും ഒരു കൂട്ടര് അവര് തർക്കത്തിൽ തന്നെയാണ്. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹ്, അല്ലാഹു തആല പറയുന്നു ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, വലിയ തെളിവൊക്കെ അവര് പറയും. പക്ഷെ ആ തെളിവ് ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അത് തകർന്നു പോകുന്നതാണ്. അതിനടിസ്ഥാനമല്ല, അത് പ്രമാണബദ്ധവുമല്ല, അത് തകർന്ന് തരിപ്പണമായി പോകും. ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, സത്യത്തിൽ അത് ലക്ഷ്യം തന്നെയല്ല. എന്നാലും പിന്നെ അതിനെപ്പറ്റി ഹുജ്ജത്ത്, ലക്ഷ്യം, പ്രമാണം എന്ന് അല്ലാഹു പറയാൻ കാരണം ഒരു തെളിവ് പറയുന്ന രീതിയിലാണല്ലോ അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഭാഷയെ സംബന്ധിച്ച് അല്ലാഹു ഹുജ്ജത്ത് എന്ന് പറഞ്ഞതാണ്. ശരിക്ക് തെളിവ് എന്ന് പറയണമെങ്കിൽ അത് സത്യാകണോ? ഇവരെ വാദവും സത്യമല്ല, അവർ പറയുന്നതും സത്യമല്ല. വഅലൈഹിം ഗളബ്, അവരുടെ മേൽ അല്ലാഹു തആലാക്ക് വലിയ ഗളബുണ്ട്. കാരണം അവർ സത്യത്തോട് മത്സരിച്ചതിന് വേണ്ടി റബ്ബ് തആല അവരോട് തൃപ്തിയിലല്ല, അതൃപ്തിയിലാണ്. വലിയ ഗളബുണ്ട്. വലഹും അദാബുൻ ശദീദ്, സഹിക്കാൻ കഴിയാത്ത, നേരിടാൻ കഴിയാത്ത കഠിനമായ ശിക്ഷയും അവർക്കുണ്ട്. അല്ലാഹു തആല പറയുന്നു അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ, അല്ലാഹുവാണ് എല്ലാ ഗ്രന്ഥങ്ങളെയും ഇറക്കിയവൻ. എല്ലാ ഗ്രന്ഥങ്ങളെയും അല്ലാഹു ഇറക്കിയത് ബിൽ ഹഖ്, സത്യത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ നിയമങ്ങളിലും ചരിത്രങ്ങളിലും വിശ്വാസങ്ങളിലും കാര്യങ്ങളിലൊക്കെ സത്യസന്ധമായ രൂപത്തിൽ തന്നെയാണ്. പിന്നീട് ജനങ്ങൾ അതിൽ കടത്തിക്കൂട്ടൽ പലരും നടത്തിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഒരു കടത്തിക്കൂട്ടലിനും വിധേയമാകാത്ത പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. വൽ മീസാൻ, അല്ലാഹു തആല മീസാനെയും ഇറക്കി. അഥവാ ജനങ്ങൾക്കിടയിലുള്ള അള്ളാഹുവിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളും ജനങ്ങൾക്കിടയിൽ ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു തുലാസ് പോലെ ശരിക്ക് അളന്നു മുറിച്ച് കറക്റ്റാക്കി കൊണ്ടു നടക്കാൻ ശരീഅത്ത് എന്ന തുലാസിനെയും അള്ളാഹു ഇറക്കി. മീസാൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന അതാണ്, കറക്റ്റ്. അതിനൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലപ്പുറം ചെയ്യേണ്ട, ആ കറക്റ്റ് ചെയ്താൽ മതി. എല്ലാറ്റിനും ഇസ്ലാം അങ്ങനെയാണല്ലോ, ഒരു കൃത്യത വെച്ചിട്ടുണ്ട്, സമയം വെച്ചിട്ടുണ്ട്, അളവ് വെച്ചിട്ടുണ്ട്, ചിലതിനൊക്കെ വയസ്സും വെച്ചിട്ടുണ്ട്, ചിലതിന് ചില കാലാവസ്ഥയും വെച്ചിട്ടുണ്ട്. എപ്പോഴും ആർക്കെങ്കിലും തോന്നുന്ന രൂപത്തിൽ നിർവഹിക്കാൻ പറ്റൂല. ഒരാൾ എന്നും വെള്ളിയാഴ്ച ഒരു നോമ്പ് അങ്ങനെ നോൽക്കാം, ശരീഅത്ത് പറയുന്നു അത് പറ്റൂല.
കാരണം വെള്ളിയാഴ്ച റമദാൻ അല്ലാത്ത കാലത്ത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അതുപോലെ സുന്നത്ത് നോമ്പ് വരുന്ന കാലം അല്ലാത്ത നോമ്പ്, വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് അങ്ങനല്ല, അത് കറാഹത്താണ്. ഞാൻ ഒരു ശനിയാഴ്ച മാത്രം ഒരു നോമ്പോ, അങ്ങനെയില്ല. നോമ്പ് ചില നോമ്പുകൾ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്ര നോറ്റാൽ മതി. ഇനി ഒരാള് വർഷത്തിൽ 365 ദിവസം ഒന്നായിട്ട് നോമ്പ് വെക്കാൻ തീരുമാനിച്ചോ, അതിനെയും അംഗീകരിക്കുന്നതിന് പകരം അതങ്ങനെ വേണ്ടാന്നല്ലേ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു. പക്ഷെ ചില മഹാന്മാരായ ആളുകൾ അതിന് പ്രത്യേക തൗഫീഖ് നേടിയവരുണ്ടാകും, അവരിതിൽ നിന്ന് ഒഴിവാണ്. എന്നും നോമ്പോൽക്കാൻ തീരുമാനിച്ച സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, ഏറ്റവും നല്ലത് ചെയ്യുന്ന കർമ്മങ്ങൾ പതിവാക്കിക്കൊണ്ട് നടക്കാനാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആരോഗ്യം കൊണ്ട് ശക്തി കൊണ്ട് ഒരു വർഷം മുഴുവനായി നോമ്പ് നോൽക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴും ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയണം. അതിനാണ് സൗന്ദര്യം. അങ്ങനെ ആ നോമ്പ് ഇങ്ങനെ വെട്ടിക്കുറച്ച് മുഴുവനായും നോൽക്കണമെന്ന ധൃതിയിലും ആവേശത്തിലും വന്ന അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്നും നോമ്പ് നിൽക്കുന്നുണ്ടോ? എന്നും നിൽക്കുന്നുണ്ട്. രാത്രി മുഴുവനും നിസ്കാരാണ്. അപ്പൊ അത് വേണ്ട. പിന്നെയോ, നിങ്ങൾ നോമ്പ് ഇങ്ങനെ മാസത്തിൽ ഒരു 3 നോമ്പ് 4 നോമ്പ് ആയിട്ട് ചുരുക്കണം. അത്ര മതി എന്ന് പറഞ്ഞു. മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് ഒരു 3 ആയിട്ട്. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഇന്നി ഉത്വീഖു അഫ്ളല മിൻ ദാലിക്, അതിനേക്കാളും നോൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട് നബിയെ, അതുകൊണ്ട് അത്ര ചുരുക്കല്ലേ. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്നാ 2 ദിവസം നോമ്പ് 1 ദിവസം നോമ്പില്ല, പിന്നെ 2 ദിവസം നോമ്പ് 1 ദിവസം നോമ്പില്ല, അങ്ങനെ അല്ല, അതിനേക്കാളും കുറച്ചുകൂടി കഴിയും. അപ്പൊ തങ്ങൾ പറഞ്ഞു, എങ്കിൽ സുന്നത്ത് നോമ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രീതിയിൽ സുന്നത്ത് നോമ്പ് നോറ്റ മഹാനാണ് നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. സിയാമ ദാവൂദ് അലൈഹിസ്സലാം. നിങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സുന്നത്ത് നോമ്പിന്റെ ശൈലി സ്വീകരിച്ചോളൂ. സും യൗമൻ വാഫ്തിർ യൗമൻ, ഒരു ദിവസം നോൽക്കുക, മറ്റൊരു ദിവസം ഒഴിവാക്കുക. അതിനേക്കാൾ അഫ്ളലില്ല. ഇതാർക്കാന്നറിയോ? നിങ്ങൾ ആവേശത്തോടെ അമലുകൾ ചെയ്യണമെന്നവർക്കും പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് ഒരു കറക്റ്റായ അളവാണ്. ഖുർആനോത്ത് ചുരുക്കി കൊടുത്തു. എല്ലാ ദിവസവും ഉള്ള ഖത്മ് വേണ്ട, 7 ദിവസം കൊണ്ടുള്ള ഒരു ഖത്മാക്കിക്കോളൂ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അതിനേക്കാളും അഫ്ളലിലേക്ക് നിങ്ങൾ പോകണ്ട. പക്ഷേ ആ സ്വഹാബി വരുന്ന അമലിന്റെ തീവ്രതയിൽ അങ്ങനെ കൊണ്ട് നടന്നു. പ്രായമായപ്പോൾ പറയാൻ തുടങ്ങി, യാ ലൈതനി കുന്തു ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് അള്ളാഹുവിന്റെ റസൂല് തന്ന ഇളവ് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് എന്നെ കൊണ്ട് നോൽക്കാൻ പറ്റുന്നില്ല, ഇന്ന് എന്നെ കൊണ്ട് അങ്ങനെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും കഴിയുന്നില്ല, പ്രായം കൂടുതലായപ്പോ. അപ്പൊ വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു അളവ്, ഒരു മീസാൻ, അത് ജനങ്ങൾക്ക് എക്കാലത്തും കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ്. അതാണ് ഇസ്ലാമിന്റെ അമലുകളുടെ സൗന്ദര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണത് ഇറക്കിയത്. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ. നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ സുന്നത്ത് നോമ്പ് നോൽക്കണം. പക്ഷേ അത് മുഴുവനായിട്ടും എപ്പോഴുമായാൽ മറ്റു ചില ബാധ്യതകളും കാര്യങ്ങളും നടത്തപ്പെടാനുണ്ട്, അത് നടക്കാതെ പോകും. വെള്ളിയാഴ്ച എന്തേ നോമ്പ് കറാഹത്താക്കിയത്? വെള്ളിയാഴ്ച ഫർള് നോമ്പും പ്രത്യേക സുന്നത്ത് നോമ്പും അല്ലാത്ത നോമ്പ്, ഒരു വെള്ളിയാഴ്ചത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പില്ല. കാരണം അന്ന് ഇബാദത്തിന് തയ്യാറെടുക്കുന്ന ദിവസമാണ്. സുബ്ഹിയാകുമ്പോഴേക്ക് സ്വഹാബിമാരൊക്കെ സുബ്ഹിയാകുമ്പോഴേക്ക് കുളിച്ച് പള്ളിയിലെത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച.
പള്ളിയിലെത്തുന്ന പലരും പിന്നീട് ജുമുഅ നിസ്കാരം കഴിഞ്ഞാണ് തിരിച്ചു പോകാറുള്ളത്. അത്ര തോനെ പള്ളിയിൽ ഓതാൻ എല്ലാം എന്താ ഉള്ളത് ഉസ്താദെ? ഒരു അൽക്കഫും കുറച്ച് സ്വലാത്തും അല്ലേ? അല്ല, വെള്ളിയാഴ്ച ചൊല്ലാനുള്ള ഔറാദുകൾ പറഞ്ഞാണെങ്കിൽ ഒരു ദിവസം അതിന് തന്നെ വേണം. സുബ്ഹാനല്ലാഹ്, എത്ര ഹദീസിൽ വന്ന ഔറാദുകളുണ്ട് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഓതൽ പുണ്യമുള്ള സൂറത്തുകൾ അൽക്കഹഫ് മാത്രമല്ല, സൂറത്തു ആലു ഇമ്രാൻ വെള്ളിയാഴ്ച ഓതൽ വളരെ മഹത്വമുള്ള സൂറത്താണ്. സൂറത്തു ഹൂദ് വെള്ളിയാഴ്ച ഓതൽ മഹത്വമുള്ള സൂറത്താണ്. അങ്ങനെ അങ്ങോട്ട് കൂട്ടുമ്പോൾ നമ്മൾ സമയം ഇങ്ങനെ കൂട്ടിയാൽ മതി, അങ്ങനെ അങ്ങോട്ട് പോകും. അധികരിച്ചു ഓതേണ്ടതാണ് സൂറത്തുൽ കഹ്ഫ്. അധികരിച്ചു ചൊല്ലണം സ്വലാത്ത്. അതിന് എണ്ണം ലിമിറ്റ് ആക്കിയിട്ടില്ല. എത്രയാണോ ഒരാളെ കൊണ്ട് കഴിയുന്നത് അത്രയും അധികം. അപ്പൊ അതിനു വേണ്ടി അന്ന് കുറച്ച് ക്ഷീണമൊന്നും ഇല്ലാതിരിക്കണം. നോമ്പ് നോറ്റിട്ട് ആ ഒരു ക്ഷീണത്തിൽ അങ്ങനെ ആയിപ്പോയാൽ പിന്നെ ഇത് നടക്കൂലല്ലോ. ഇസ്ലാമിലെ മുസ്ലിങ്ങൾ ആഘോഷം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനൊക്കെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആരാധനയാണ് അതിൽ മുഖ്യം. അതുകൊണ്ടാണല്ലോ ആഘോഷ ദിവസമാകുന്ന പെരുന്നാളിന് നോമ്പ് ഹറാമാക്കിയത്. അത് അതിനു മുമ്പൊക്കെ നോമ്പ് നോറ്റ് അല്ലാഹു തആല തരുന്നൊരു സന്തോഷം സ്വീകരിക്കാനാണ്. വെള്ളിയാഴ്ച നിർണയിക്കപ്പെട്ട ചില ആരാധനകളുണ്ട്. അതിനു വേണ്ടി നമ്മുടെ ശരീരം വിനിയോഗിക്കേണ്ടതുണ്ട്. അതിനാണ്, ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച നോമ്പ് നോറ്റൊരു ക്ഷീണം വരരുത് എന്ന് വെച്ചത്. ഫർള് നോമ്പും പ്രത്യേക സുന്നത്ത് നോമ്പുകളും അതിൽ നിന്ന് ഒഴിവാണ്. ഇപ്പൊ റജബ് മാസത്തൊക്കെ നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ടാവും, ബേജാറാകണ്ട. സുന്നത്ത് തന്നെയാണ് നോക്കാൻ കഴിയുന്നവർക്ക്. ഷാബാനിലും റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസമാണ് ഷാബാൻ മാസം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്ന മാസമായി ഞാൻ കണ്ടിരുന്നത് ഷാബാൻ മാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകിയതാണ്. ഇരിക്കട്ടെ, അപ്പോ ജനങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായി തീരുമാനിക്കാൻ പറ്റുന്ന മീസാൻ ശറഅ്, ഹക്കുകളൊക്കെ ശരിക്ക് തൂക്കി സമപ്പെടുത്തി കൊടുക്കണം, കുറവാക്കാൻ പാടില്ല. കുറെ ഹക്കുകൾ ജനങ്ങൾക്കിടയിൽ ആളുകൾ കൊടുക്കേണ്ടതുണ്ടല്ലോ, അതിന് ശറഅ് ഒരു മീസാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫിത്ർ സക്കാത്ത് അതിനൊരളവുണ്ട്. അപ്പൊ ഒരാൾ ചോദിക്കുന്നത്, ഉസ്താദെ കുറെ അങ്ങ് വാങ്ങിക്കൊടുത്താൽ പോരെ? അല്ല, അതിന് വെച്ച അളവിൽ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അളവ് വെച്ചത്? ഒരു സ്വാഇന് അളവ് വെച്ച് നവീൻ ഓരോരുത്തർക്ക് കയ്യിൽ നിന്ന് കൊടുത്താന്ന് പറഞ്ഞാൽ പോരെ? ഒരു സ്വാഇ, അതിൽ കുറക്കണ്ട, അതിൽ കൂട്ടുകയും വേണ്ട. നിങ്ങൾ അങ്ങനെ എന്താ ഏറെ കൊടുക്കണ്ട, ഇതൊക്കെ ഒരു കറക്റ്റ് ഉണ്ടല്ലോ ഇതിനൊക്കെ, അതിനനുസരിച്ച് കൊടുക്കണം. ഇപ്പൊ ഹജ്ജില് തവാഫുകൾ ഒരു 3-4 വിധം തവാഫുകളുണ്ട്. അറഫയിൽ നിൽക്കാൻ നിശ്ചിത സമയമുണ്ട്. അതിന് മുമ്പേ പോയിക്കണോ? അത് വേണ്ട. രാവും പകലും ഒരുമിച്ച് കൂടുന്ന രീതിയിലുള്ള ശ്രേഷ്ഠമായ സമയം അവിടെ ചെലവഴിക്കും. അത് 9-നാ, 8-ന് തന്നെ അവിടെ പോയി നിൽക്കണോ? അതിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ 10-ന് വീണ്ടും പോയി നിൽക്കണോ? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ചില പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു ഇറക്കിയതാണ്, അതങ്ങനെ തന്നെ ചെലവാക്കണം. നോമ്പ് അത്താഴത്തിന്റെ സമയത്ത് നല്ല ഭക്ഷണം കഴിച്ച് നോമ്പ് നോറ്റ് മഗ്രിബാകുന്ന നേരത്ത് നോമ്പ് തുറക്കണം. എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും ശരി, മഗ്രിബ് അങ്ങോട്ട് കഴിഞ്ഞ് നീട്ടിപ്പോകാൻ പാടില്ല. അങ്ങനെ ഒരു സവിശേഷത അള്ളാഹു നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമാണ്. അള്ളാഹു നൽകിയത് വിസ്വാൽ. നമുക്കത് പറ്റൂല, നീട്ടിക്കൊണ്ടാനും പറ്റൂല. മഗ്രിബ് നിസ്കരിക്കാനുണ്ട് ഒരാൾക്ക്, നോമ്പ് തുറക്കാനുമുണ്ട്. ഏതാ മുന്തിക്കേണ്ടത്? നോമ്പ് തുറക്കലിനെ മുന്തിക്കണം. ലാ യസാലുന്നാസു ബിഖൈരിൻ മഅജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കലിനെ വേഗത്തിലാകുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. നിസ്കരിച്ചിട്ട് നോമ്പ് തുറക്കാൻ അങ്ങനെ വേണ്ട.
നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കും. നോമ്പ് തുറന്നിട്ട് തന്നെ നിനക്ക് നല്ല വിശപ്പുണ്ട്, കുറച്ചുകൂടി റാഹത്ത് കിട്ടും ഭക്ഷണം കഴിച്ചാൽ, എന്നാ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. എന്തിനാണ് ഇസ്ലാം ഇങ്ങനൊക്കെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ ചെയ്യുന്ന ആരാധനകളിലൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത്, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകരുത്, അതിൽ സന്തോഷങ്ങൾ ഉണ്ടാകണം, മനസ്സിനും ശരീരത്തിനും ഒക്കെ സംതൃപ്തി ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ഉച്ചക്ക് ജോലി കഴിഞ്ഞ് വന്നൊരാൾ 1 മണിക്ക് ജോലി കഴിഞ്ഞാൽ വീട്ടിലെത്തി, കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറ്റാൻ, വിയർപ്പൊക്കെ ഉണ്ട്, അപ്പോൾ കാറ്റ് കൊണ്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് കുളിച്ചപ്പോൾ അയാൾക്ക് നല്ല വിശപ്പ്, ഭക്ഷണമാണെങ്കിൽ റെഡിയാണ്. എന്നാ പിന്നെ ആ ഭക്ഷണം അവിടെ റെഡി ആയിരിക്കെ അതിലേക്ക് താല്പര്യമുണ്ട്, ആ ഒരവസ്ഥയിൽ നിസ്കരിക്കുന്നത് കറാഹത്താണ്. ഭക്ഷണം കഴിച്ച് സമയമുണ്ടല്ലോ, നിസ്കരിച്ചാൽ മതി. ലാ സ്വലാത്ത ബിഹദ്റത്തി തുആമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഭക്ഷണം ഹാജരായി അതിലേക്ക് താല്പര്യപ്പെടുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കരുത്, നിസ്കാരമില്ല, അത് കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. വലാ വഹുവ യുദാഫിയുൽ അഖ്ബതാൻ, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, പക്ഷേ 1നും 2നും നല്ല മുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് കയറി നിസ്കരിച്ചാൽ ജമാഅത്ത് കിട്ടും, പക്ഷെ അത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. അത് ഒഴിവാക്കി റാഹത്തോടെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഉസ്താദെ ജമാഅത്ത് പോകൂലേ? പക്ഷെ നിസ്കാരത്തിനുള്ള നശാത്ത്, നിസ്കാരത്തിനുള്ള ഖുശൂ ഇഖ്ലാസ്, അതാണല്ലോ നല്ലോണം പരിഗണിക്കേണ്ടത്. ഈ വീർപ്പ് മുട്ടിയിട്ട് ആ ജമാഅത്തിന് പോകുന്നതിനേക്കാളും നല്ലത് അത് ഒഴിവാക്കിയിട്ട് ജമാഅത്ത് കിട്ടുമെങ്കിൽ ജമാഅത്ത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിസ്കരിക്കും. അതെന്താ അങ്ങനെ വെച്ചത്? കാരണം അങ്ങനെ നിന്നാൽ അങ്ങനെ ഉണ്ടാകും. ആ നൃത്തത്തിൻ്റെ ഇടയിൽ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുമ്പോൾ ഒക്കെ മനസ്സിലിങ്ങനെ ചിന്ത ഉണ്ടാകും, ഇത് ഫുള്ളാകോ, 4 ആകോ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി പോകോ, തീർന്നു പോകുമോ എന്നുള്ളൊക്കെ ഒരു ആശങ്കയിലാണ് ആ നിസ്കാരം. അതില്ലാതെ റാഹത്തായ നിലക്കുള്ള നിസ്കാരം, അതാണല്ലോ വേണ്ടത്. ഒരു ശുഗലാണ് നമ്മളെങ്കിൽ ആ ശുഗൽ ഒരു വഖഫിലെത്തിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ഇതൊക്കെ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ ശറഅ് മീസാൻ അങ്ങനെയാണ്. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ വമാ യുദ്രീക, നബിയെ തങ്ങൾക്ക് അറിയിച്ച കാര്യം എന്താണ്? ലഅല്ല സഅത ഖരീബ്, ഖിയാമത്ത് നാൾ, ലോകാവസാനം അടുത്തു വരും, അടുത്തു വന്നേക്കാം ലോകാവസാനം. യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, ലോകാവസാനം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ തിരക്ക് കൂട്ടുന്നു. എന്താ വരാത്തത്? ഭയങ്കര ചോദ്യം ചെയ്യലാണ്. യസ്തഅജിലു ബിഹാ അല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയുമ്പോ കഴിഞ്ഞ ആഴ്ചയും ഒരു കൂട്ടർ വിശുദ്ധ ഇസ്ലാമിനെ നിഷേധിക്കാൻ ഇത് ഒരു മാർഗമാക്കിയിട്ടുണ്ട്. അവര് പറയുന്നു, ഇസ്ലാം കുറെ നാളായി പറയുന്നു സാഅത്തുണ്ട്, ഖിയാമത്ത് നാളുണ്ട്. ജനങ്ങളെങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ പേടിപ്പിച്ചെങ്കിലേ ആളുകൾ അവരെ വഴിക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അള്ളാഹു പറയുന്നു, യസ്തഅജിലു ബിഹാ, ഖിയാമത്ത് നാളിനെ ധൃതിയിൽ ആവശ്യപ്പെടുന്നു. അല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, വിശ്വസിക്കാത്ത കൂട്ടര്. അവരിത് ആവശ്യപ്പെടുന്നത് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയല്ല, പരിഹാസത്തോടെയും നിഷേധത്തോടെയുമാണ്. വല്ലദീന ആമനൂ മുഷ്ഫിഖൂന മിൻഹാ, വിശ്വാസമുള്ള ആളുകളോ അവർ പേടിയിലാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടവർക്ക് ഭയമാണ്. അവര് സവാബും ഇഖാബും പ്രതീക്ഷിക്കുന്നൊരു ദിനമാണെന്ന്, രക്ഷയും ശിക്ഷയും. അതുകൊണ്ട് തന്നെ ഇവിടം വെച്ച് തന്നെ അവർക്ക് പേടിയാണ്. ആ പേടിയിൽ, ബേജാറിൽ അവരെ മനസ്സ് എപ്പോഴും വെപ്രാളത്തിലാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്ന് കാണുമ്പോഴും അവർക്ക് പേടിയാണ്. അവരെ അമല് നന്നാക്കുകയാണ്, മനസ്സ് നന്നാക്കുകയാണ്. ഓരോ കർമ്മങ്ങളും വിട്ടുപോയത് വീണ്ടെടുക്കുകയാണ്. അലാ വയഅലമൂന അന്നഹൽ ഹഖ്, വിശ്വാസികൾ ശരിക്ക് തിരിച്ചൽ ഹഖ്, ഖിയാമത്ത് നാൾ എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹു പറയുന്നു, അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅ,
ഖിയാമത്ത് നാളിൽ സംശയിക്കുന്ന തർക്കിക്കുന്ന ആളുകൾ ലഫീ ളലാലിൻ ബഈദ്, വളരെ വിദൂരമായ വഴികേടിലാണ്. ചെറിയ പിഴവൊന്നല്ല അവർക്ക് സംഭവിച്ചത്, ദൂരമായ പിഴവിലാണ് അവർ. സത്യത്തെ തൊട്ട് ദൂരത്താണ്, അകൽച്ചയിലാണ്. അല്ലാഹു ലത്തീഫും ബിഇബാദി, പിന്നെന്താ അള്ളാഹു ഈ വിശ്വസിക്കാത്തവരെയും അല്ലാത്തവരെയും ഒക്കെ അല്ലാഹു തആല ഇവിടെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത്, ഇഷ്ടം പോലെ കൊടുക്കുന്നത്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളോട് കനിവുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, വാത്സല്യം നിറഞ്ഞവനാണ്, എളുപ്പം ചെയ്യുന്നവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. എന്തെല്ലാം നൽകാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ നൽകും. വഹുവൽ ഖവിയ്യുൽ അസീസ്, അല്ലാഹു തആല ശക്തനും അതുപോലെ തന്നെ പ്രതാപശാലിയുമാണ്. അള്ളാഹുവിന്റെ ദീനിൽ തർക്കിക്കുന്ന ആളുകൾ അവരുടെ പ്രമാണം, ആ പ്രമാണം നിഷ്ഫലമാണ്, പൊളിഞ്ഞു പോകുന്നതാണ്. എന്താ കാരണം? യഹൂദികൾ പറയും വിശ്വാസികളോട്, നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ, ആർക്കും തർക്കമില്ലാത്തത് സ്വീകരിക്കണം, തർക്കമുള്ളത് സംശയമുള്ളത് വിട്ടേക്കണം. അങ്ങനെ ചിലപ്പോ ചില സ്റ്റേജുകളിലൊക്കെ പറയാറുണ്ട്, ചില സദസ്സുകളിലൊക്കെ. മരിച്ചോടത്ത് നമ്മൾ ഈ മൗലിദ് ഓതുന്നതിനെ പറ്റി ഒരു കൂട്ടർക്ക് സംശയമാണല്ലോ. തഹ്ലീലും ആൾക്കാർക്ക് സംശയമാണ്. ആർക്കും സംശയമില്ലല്ലോ ഖുർആൻ അങ്ങ് ഓതിയാലോ എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കൂ, ഖുർആൻ ഓതുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഖുർആൻ ഓതുന്നതിൽ പ്രശ്നമില്ലാത്തതുകൊണ്ടല്ല അത്. ഖുർആൻ ഓതാൻ എല്ലാവരും സമ്മതിച്ചാലും മറ്റേത് മുടങ്ങി കിട്ടുമല്ലോ. ഏത്? മൗലിദും തഹ്ലീലും മുടങ്ങി കിട്ടുമല്ലോ. തഹ്ലീലിന് എന്താ കുഴപ്പം? തഹ്ലീലൊക്കെ മുടങ്ങി കിട്ടുമല്ലോ. അപ്പൊ അതിനെന്ത് പറയാ? ആദ്യം ഈ ആൾക്കാർക്ക് സംശയമുള്ളതും അഭിപ്രായ വ്യത്യാസമുള്ളതും ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും സംശയമില്ലാത്തത്, ഏകോപിതമായത് അത് കൊണ്ടു നടക്കല്ലേ നല്ലത് എന്നവര് വർത്തമാനം പറയും. യഹൂദികളും അങ്ങനെ പറയുന്നത്. യഹൂദികൾ പറയും, അലസ്തും തഖൂലൂന ഇന്നൽ അഖ്ദ ബിൽ മുത്തഫഖി ഔലാ മിനൽ അഖ്ദി ബിൽ മുഖ്തലിഫ്, അഭിപ്രായ വ്യത്യാസമുള്ളത് സ്വീകരിക്കുന്നതിനേക്കാളും എല്ലാവർക്കും യോജിച്ചത് സ്വീകരിക്കല്ലേ നല്ലത്, അതല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്താ ഈ എല്ലാവർക്കും യോജിപ്പുള്ള വിഷയം? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം നബിയാണെന്നും ഇറക്കിക്കൊടുത്ത തൗറാത്ത് സത്യമാണെന്നും മാലൂമത്തും ബിൽ ഇത്തിഫാഖ്, ആർക്കും തർക്കല്ല. നിങ്ങളും അത് പറയുന്നുണ്ട്, ഖുർആനോട് അത് പറയുന്നുണ്ടല്ലോ, ഞങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത്തിഫാഖാണ്. അതേ സമയത്ത് അവരെ വാദ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് അതങ്ങനെ ഏകോപിതമായ വിഷയമല്ല. കാരണം ഞങ്ങൾക്കതിൽ ഉറപ്പില്ല, അവര് യഹൂദികൾക്ക്. അതുകൊണ്ട് യോജിപ്പുള്ള വിഷയം സ്വീകരിക്കല്ലേ നല്ലത്, അത് നമ്മൾ അങ്ങോട്ട് എടുത്താലോ, അതാണല്ലോ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടി യഹൂദികളാകണം, മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അല്ലാഹു തആല അതിന് മറുപടിയാ കൊടുത്തത്, എന്ത്? ഹുജ്ജത്തുഹും ദാഹിള, അവരുടെ ഈ തെളിവ്, ആ തെളിവ് വളരെ പൊളിവാണ്, തെളിവ് ബാത്തിലാണ്, പൊളിയൻ തെളിവാണ്. അത് ശരിക്ക് നല്ല ഫലമുള്ള തെളിവല്ല. കാരണം ജൂതന്മാർ, യഹൂദികൾ അവർ ഏകോപിച്ചല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്തേ കാരണം? മൂസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് ഒരുപാട് അമാനുഷിക സിദ്ധികൾ വെളിവായിട്ടുണ്ട്, അതാണ് കാരണം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനോട് യോജിച്ച് എത്ര അമാനുഷികതകളാണ് ഇവിടെ വെളിവായത്. ജൂതന്മാര് നേർക്കുനേരത് കണ്ടു. ആ കണ്ട കൂട്ടത്തിൽ ആട്ടിറച്ചി സംസാരിച്ചത് വരെ അവർ കണ്ടു. ഖൈബറിൽ വെച്ചല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആട്ടിറച്ചിയിൽ മാംസം പുരട്ടിക്കൊടുത്തത്, നല്ല വിഷം പുരട്ടിക്കൊടുത്തത്. ആട്ടിറച്ചിയുടെ മാംസത്തിൽ അതിൽ നിന്നൊരു കഷ്ണം തങ്ങളിങ്ങനെ എടുത്ത് ഏകദേശം ഭക്ഷിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോ ഒരു കഷ്ണം തൊള്ളയിലിട്ടപ്പോഴേക്കൊരു സ്വഹാബി മരണപ്പെട്ടു പോയി. അത്രയും ഉഗ്രൻ വിഷമാണ് ചേർത്തത്. ആ ഇറച്ചിയാണ് സംസാരിച്ചത്, ഇത് ഭക്ഷിക്കരുത്. വേവിച്ച സ്ത്രീയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീയാണോ ഇത് പാചകം ചെയ്തത്? അതെ. എന്തിനാ നീ ഇതിൽ വിഷം ചേർത്തത്?
ആ പെണ്ണിനെ ഏൽപ്പിച്ചതാണ്. ബാക്കിയുള്ളവർക്ക് റിസൾട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ഇത് നിങ്ങൾക്ക് പറ്റൂല, ഏൽക്കൂല എന്ന് എനിക്ക് ഉറപ്പാ. ഇനി നബി അല്ലേ, എന്നാ പിന്നെ ഈ ആളുകളൊക്കെ പിന്നാലങ്ങ് നടന്ന് ഒരു ബുദ്ധിമുട്ടാകണ്ടല്ലോ, അവർക്കൊരു വിശ്രമം കിട്ടുമല്ലോ, നിങ്ങളങ്ങ് പോയാൽ. അതിനാ ചെയ്ത്. നോക്ക് നിങ്ങൾ ആ പെണ്ണിന് ന്യായം. പക്ഷെ അത് നടന്നില്ല. യൂതന്മാരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ പദ്ധതിയിട്ട് തങ്ങളോട് വീട്ടിലേക്ക് ക്ഷണിച്ച് ചർച്ചയ്ക്ക് വരുമ്പോഴേക്ക് അപ്പുറത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മുകളിൽ കയറിയിട്ട് തലയിലേക്ക് കല്ലിടണം. അതിന് മുകളിൽ കയറാനും കല്ല് ശേഖരിക്കാനും കല്ലെടുക്കാനും ഒക്കെ ആളുകൾ റെഡിയായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചർച്ച നടന്ന് അവര് കാത്തു നിൽക്കുന്ന ഭാഗമല്ലാത്ത ഭാഗത്തിലൂടെ പുറപ്പെടാൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. തങ്ങൾ അങ്ങ് നടന്നുപോയി കുറെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യത, അതെന്തോ ഇതിന്റെ പിന്നിലുണ്ടല്ലോ. മോചിതത്തി എത്രയാ അവർക്ക് വെളിവായത്? ഒന്നും രണ്ടുമാണോ? ഒരുപാട് വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന മോചിതത്തിന്റെ പേരിലാണെങ്കിൽ വൽയഹൂദു ഷാഹദു തിൽക്കൽ മുഅ്ജിസാത്ത്, യഹൂദികളും ഒരുപാട് അമാനുഷികതകൾ കണ്ടിട്ടുണ്ട്. നേർക്ക് നേരെ അവർ കണ്ടിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല സഹോദരങ്ങളെ, ഇഷ്ടം പോലെ അമാനുഷികതകൾ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടക്കുമ്പോൾ യുളല്ലലു അലൈഹിൽ ഗമാം, മേഘം തണൽ വിരിച്ചു കൊടുക്കുന്നവരൊക്കെ നോക്കിക്കാണുന്ന കാഴ്ചയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദറിൽ, മഹത്തായ ബദറിൽ തൊട്ടു തലേ ദിവസം വരങ്ങനെ വരച്ചിട്ട് തങ്ങൾ പറഞ്ഞല്ലോ, ഹാദാ മസ്റഉ അബീ ജഹൽ, ഹാദാ മസ്റഉ ഉത്ബ, ഹാദാ മസ്റഉൽ വലീദ്. ഇത് ഉത്ബ വീഴുന്ന സ്ഥലമാണ്, ഇത് വലീദ് വീഴുന്ന സ്ഥലമാണ്. സ്വഹാബത്ത് പറയുന്നു, പിറ്റേന്ന് അവരൊക്കെ വീണപ്പോ മാഖ്തഉൽ ഹുദൂദ്, വരച്ച വരയിൽ നിന്ന് അവർ തെറ്റിയിട്ടില്ല, കറക്റ്റ് സ്ഥലത്ത് തന്നെയാ വീണത്. അത് ഈ രൂപത്തിൽ പറഞ്ഞല്ലോ, ഈ രൂപത്തിൽ കാണിച്ചല്ലോ. അവർക്കത് ബോധ്യമുണ്ട്. അള്ളാഹു നൽകിയ വിജയം തന്നെ അവർക്ക് വലിയൊരു തെളിവാണ്. അതുമാത്രമല്ല, അവരുടെ ഏർപ്പാടുകൾ എന്തവിടെ അവർ സ്വകാര്യമായി പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരികയും തങ്ങൾ അത് അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യും. അത് തന്നെ അവർക്ക് വലിയ തെളിവാണ്. ഇതൊരു മുഅ്ജിസത്താണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴേക്ക് കാര്യം അവിടെ എത്തിയല്ലോ. ഇത് കണ്ടിട്ടും ഒരു മുഅ്ജിസത്ത് വെളിവാകുന്നത് സത്യമാണ് എന്നതിന് തെളിവാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് അംഗീകരിക്കൽ നിർബന്ധമാണ്. മുഅ്ജിസത്ത് വെളിവാകുന്നത് സത്യത്തിന്റെ മേൽ അറിയിക്കൂല എങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ നുബുവത്തും അംഗീകരിക്കരുത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നുബുവത്ത് അംഗീകരിക്കുന്നത് മുഅ്ജിസത്തിന്റെ കാരണം കൊണ്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അവർ കൺകൊണ്ട് കണ്ടതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തോ ഉപ്പാപ്പമാരിൽ നിന്ന് കേട്ടുകേൾവിയാണ്, അവർ കണ്ടിട്ടില്ല. മദീനയിലുള്ള ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടിട്ടില്ല. അവർക്ക് അവരെ ഉപ്പാപ്പമാര് കൈമാറിക്കൊടുത്ത വിജ്ഞാനമാണ്. ഇവിടെയുള്ളതോ നേർക്കുനേരെ അവർ കണ്ടതാണ്, അനുഭവിച്ചതാണ്. അതുകൊണ്ട് മുഅ്ജിസത്തിന്റെ പേരിലാണെങ്കിൽ രണ്ടും അംഗീകരിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് എതിർക്കുകയും ചെയ്യുക എന്നത് വൈരുദ്ധ്യമാണ്, അത് ശരിയല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഹുജ്ജത്തുഹും ദാഹിള, അവരുടെ തെളിവ് ബാലിശമാണ്, അതിന് ഒരു യാഥാർത്ഥ്യവുമില്ല. ഹുജ്ജത്തുഹും ദാഹിളത്തുൻ ഇൻദ അലൈഹിം ഗളബുൻ, റബ്ബിന്റെ അടുക്കൽ അതൊരു നിലക്കും വിലപ്പോകുന്ന തെളിവല്ല. അല്ലാഹു തആലാന്റെ ഗളബ് അവരുടെ മേലുണ്ട്. വഅലൈഹിം ഗളബുൻ വലഹും അദാബുൻ ശദീദ്, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. എന്നിട്ട് ഖിയാമത്ത് നാളിനെ നിഷേധിച്ച ആളുകൾക്ക് അല്ലാഹു തആല ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. തെളിവുകളൊക്കെ വിശദീകരിച്ച ശേഷം ഖിയാമത്ത് നാൾ നടക്കുമോ, അങ്ങനെ ഒരു അദാബുണ്ടോ എന്ന് നിഷേധിച്ച ആളുകളെ അല്ലാഹു ഭീതിപ്പെടുത്തുന്നു. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ,
അല്ലാഹു തആല ഇതാ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. മറ്റു ഗ്രന്ഥങ്ങളെയും അല്ലാഹുവാണ് ഇറക്കിയത്. വൽ മീസാൻ, മീസാനെയും അല്ലാഹു ഇറക്കി. അഥവാ തുലാസ്, ശർഇ, ജനങ്ങൾക്കിടയിലുള്ള ഹക്കുകളും ആളുകൾക്കിടയിലുള്ള അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുന്ന വിധത്തിലുള്ള തുലാസ്, അത് കറക്റ്റായി അളന്നുകൊടുക്കാനും നിശ്ചയിച്ചു കൊടുക്കാനും അല്ലാഹു തആല ഇറക്കിക്കൊടുത്തു. കിതാബിന്റെ കൂടെ മീസാൻ പറഞ്ഞിടത്ത് ചില പണ്ഡിതന്മാര് പറഞ്ഞു മീസാൻ കൊണ്ട് ഉദ്ദേശം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം രണ്ടെണ്ണമാണല്ലോ അല്ലാഹു തആല അവന്റെ വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തത്. ഒന്ന് കിതാബാണ്, മറ്റൊന്ന് ആ കിതാബ് പറഞ്ഞു കൊടുക്കുന്ന നബിയാണ്. അതുകൊണ്ട് കിതാബിന്റെ ഇപ്പുറത്ത് പറഞ്ഞ മീസാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യഖ്ലി ബൈനകും ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങൾക്കിടയിൽ വിധി പറയും. വമാ യുദ്രീക, നബിയെ തങ്ങളെ അറിയിച്ച കാര്യം എന്താണ്? ഖുർആനിൽ രണ്ട് ശൈലിയിൽ കാണാം. ഒന്ന് വമാ അദ്റാക, വമാ യുദ്രീക. വമാ യുദ്രീക എന്ന് പറയുന്നിടത്തൊന്നും ഉടനെ വിശദീകരണങ്ങൾ കാണാൻ കഴിയില്ല. അല്ലാഹു തആല അതിന്റെ വിഷയം നൽകാതെ, വിവരം നൽകാതെ, ഒന്നുകിൽ അല്ലാഹു രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. എന്തിന്? എന്താ ഇപ്പൊ ഖിയാമത്ത് നാളിന്റെ ആ ഡേറ്റ് ഒന്ന് കറക്റ്റായി പറഞ്ഞപ്പോ എന്താ അല്ലാഹു തആലക്ക് സംഭവിക്കാൻ പോകുന്നത്? എന്തിനാ അല്ലാഹു തആല അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? അല്ലാഹു പറഞ്ഞു ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അക്കാദു ഉഖ്ഫീഹാ, ഖിയാമത്ത് നാളിനെ നമ്മൾ സ്വകാര്യമാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്താ സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, വലിയ മോഡൽ. അക്കാദു ഉഖ്ഫീഹാ, നമ്മളത് സ്വകാര്യമാക്കി രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോ ശരീരവും എത്ര അധ്വാനിക്കും എന്ന് നോക്കാനാണ്. എന്നിട്ട് അതിനനുസരിച്ച് വിശ്വസിച്ച് അധ്വാനിക്കട്ടെ, പ്രതിഫലം കൊടുക്കാനാണ്. വെറുതെ മറച്ചു വെച്ചതല്ല. പലതും അല്ലാഹു അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? കഠിനാധ്വാനം ചെയ്യുന്നവർ നേടിയെടുക്കാൻ വേണ്ടി. അല്ലാത്തവരല്ലാത്ത കോലത്തിലുണ്ടാവും. വെള്ളിയാഴ്ച ഒരു സമയമല്ലേ ഉത്തരം കിട്ടുന്ന സമയം? ഏതാന്നാ പറയാ. ചിലര് പറഞ്ഞു അതിൽ 40 അഭിപ്രായങ്ങളുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു 16 അഭിപ്രായങ്ങളുണ്ട്. അസറിന്റെ അവസാന സമയം വരെ എണ്ണിയവരുണ്ട്. ഉമ്മമാരെ, നമുക്കുള്ളതാണ് ആ സമയം. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ അജാബഹുല്ലാഹ്. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, കുറ്റം ചോദിക്കരുത്, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന വിഷയം ചോദിക്കരുത്, ചോദിക്കാൻ പറ്റിയത് എന്തു ചോദിച്ചോ ഉത്തരം കൊടുക്കുന്ന. അതെന്നെ കുറഞ്ഞ സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൂടുതലില്ല, കുറഞ്ഞ സമയമാണ്. തത്വഹിൽമയിൽ പറഞ്ഞു ഖതീബ് മിമ്പറിൽ ഇരുന്നത് മുതൽക്ക് നിസ്കാരം കഴിയുന്നതിന്റെ ഇടക്കുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയം മുഴുവനും ദ്വാരുന്ന പിന്നെ ഖുതുബ ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷെ സഹോദരിമാർക്ക് സുഖാണ്, അവർക്ക് ദ്വാരക്കാൻ പറ്റും. നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് നല്ല ദ്വാ നടത്താൻ പറ്റും. ഒടിവും കഴിവുള്ള സഹോദരിമാരൊക്കെ ആ സമയം ഉപയോഗപ്പെടുത്തണം. അത് ആണുങ്ങൾക്ക് മാത്രമുള്ള അമലായി കരുതരുത്, നിങ്ങൾക്കും കൂടിയുള്ളതാണ്. ഒരു പള്ളിയിലേക്ക് വരുന്ന നേരത്തെ ഭക്ഷ്യവസ്തുക്കളൊക്കെ റെഡിയാക്കി ബാങ്ക് കൊടുക്കുന്ന നേരത്ത് തന്നെ ഉളുവെടുത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിച്ച് നല്ല ദുആ നടത്തും. പ്രതീക്ഷയോടുകൂടെ ദുആ നടത്തും. അതങ്ങോട്ട് കിട്ടിയാലോ അധ്വാനം കൊണ്ട് കിട്ടൂല അറിയാൻ പറ്റുമോ? അധ്വാനിച്ചാൽ കിട്ടും. അവൻ ഇത്രയും അധ്വാനിക്കുന്നില്ല, കൊടുത്തില്ലെങ്കിലും അല്ലാഹു തആല വലിയ ലത്തീഫല്ലേ, അല്ലാഹു തആല തരും. അപ്പൊ നമ്മൾ എത്ര അധ്വാനിക്കുന്നുണ്ട് എന്ന് നോക്കാനാണ് ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അല്ല ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് 2045 ഖിയാമത്ത് നാൾ കറക്റ്റാണ് പറഞ്ഞ എന്താ? അല്ലാഹു തആലക്ക് അങ്ങനെ ഇൽമു ഒഴിവാക്കി അല്ലാഹു വല്ല കുറവും വരാണ്ടോ? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, എല്ലാ ഓരോ ശരീരത്തിനും അധ്വാനിക്കുന്നതിനനുസരിച്ച് ഫലം തരാനാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കണ്ടിട്ടും അധ്വാനിക്കാത്തവരുണ്ട്. ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എണ്ണി നോക്കൂ, ചെറിയ അടയാളങ്ങൾ എത്ര എണ്ണമാ വന്നത്. ഇനി വല്ലതും വരാനിരിക്കുന്നുണ്ടോ എന്ന് സംശയ. ചെറുത് വലുത് 10 വരാണ്ട്. പക്ഷെ ആ 10 വരുമ്പോ
ഈ ചെറുതിനെ പോലെ താമസം ഉണ്ടാകൂല. അപ്പൊ പിന്നെ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ എളുപ്പമുണ്ടാകൂല. ചെറുത് നോക്ക്, നിങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വന്നില്ലേ. അതിൽപ്പെട്ട ഒന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, യതഖാറബു സമാൻ, കാലം ഇങ്ങനെ പെട്ടെന്ന് അടുത്ത് കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞത്. ഇപ്പതാ റജബ് വന്നു. ആളുകളൊക്കെ പറഞ്ഞു, കഴിഞ്ഞ റജബിലല്ലേ ലോക്ക്ഡൌൺ, എത്ര പെട്ടെന്ന് വന്നോ, എത്ര പെട്ടെന്ന്. മണിക്കൂറിനല്ല കുറവുണ്ടോ? മണിക്കൂർ 24 തന്നെയല്ലേ, മാറ്റൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ഒരാൾക്കും ഒരാളെയും വിശ്വസിക്കാത്ത അവസ്ഥകൾ വർദ്ധിച്ചു. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊല്ലുന്നത് വർദ്ധിച്ചു. ബാപ്പ മക്കളെയും മക്കൾ ബാപ്പയെയും കൊല്ലുന്നത് പെരുകിപ്പോയി. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തൊക്കെ ഏതെങ്കിലും ഒന്നേ നമ്മൾ കേൾക്കാറുള്ളൂ, ഇപ്പൊ രണ്ടുണ്ട്. രണ്ടും കേൾക്കുന്നുണ്ട് സഹോദരങ്ങളെ, രണ്ടും കേൾക്കുന്നുണ്ട്. എത്ര സംഭവങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അറിയുന്നത് അറിയാത്തത് എത്രയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണത്. ഇദാ ദുയ്യിഅത്തിൽ അമാനത്തു ഫന്തദിരിസ് സഅ, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിനെ കാത്തിരുന്നോ. ആരെയാണ് വിശ്വസിക്കുക? വളരെയധികം വിശ്വാസമുള്ളവരല്ലേ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും. ഭാര്യ ഭർത്താവ് എത്ര വലിയ വിശ്വാസത്തോടെയാണ് അവരുടെ ജീവിതം. അത് തകർന്നു പോയാൽ പിന്നെ എന്താണ് അവസ്ഥ? ചെറിയ സംശയത്തിന്റെ രോഗത്തിന്റെ പേരിലോ മറ്റോ ജീവൻ തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യം വരുന്നു. എല്ലാ നിലക്കുമുണ്ട്, രണ്ട് രൂപത്തിലും വർദ്ധിച്ചിട്ടുണ്ട്. മക്കളെ കൊല്ലുന്ന അവസ്ഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എത്ര ക്രൂരതയാണ്! സഹിക്കാൻ പറ്റാത്തതല്ലേ ചെറിയ കുഞ്ഞുങ്ങളെ, ചെറിയ മക്കളെ കൊല്ലുക എന്നത്. ഈ അടുത്ത് നിങ്ങൾ വായിച്ചില്ലേ ചെറിയ കുട്ടികളെ പട്ടിണിക്കിട്ട വാർത്ത? ചെറിയ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? 6 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികൾ എന്ത് തെറ്റാ അവർ ചെയ്യുക? ആ കുട്ടികളെ റൂമിനുള്ളിൽ പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെയുള്ള കിരാതമായ അവസ്ഥ. 6-ാം നൂറ്റാണ്ടിലെ കഥയല്ല പറയുന്നത്, ഈ നൂറ്റാണ്ടിലെ അവസ്ഥയാ പറയുന്നത്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്, നേർക്കുനേരെ കാണുകയാണ്. ഇനി എങ്ങോട്ടാ കാത്തിരിക്കുന്നത്? അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല, അടയാളങ്ങൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വമാ യുദ്രീക ലഅല്ല സഅത ഖരീബ്. വമാ അദ്റാക എന്നതിന്റെ പിന്നിൽ പറയുന്ന വിഷയങ്ങൾ അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക, തങ്ങൾക്ക് അറിയിച്ച കാര്യം എന്താണ്? മാഹിയ, മുമ്പ് പറഞ്ഞ ഹാവിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അള്ളാഹുദിന് മറുപടിയും പറയുന്നുണ്ട്, നാറുൻ ഹാമിയ ഫഉമ്മുഹു ഹാവിയ എന്ന് പറഞ്ഞല്ലോ. കനം കുറഞ്ഞവൻ, മീസാന് കനം കുറഞ്ഞവൻ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സംഗീതം ഹാവിയയാണ്. എന്താണ് ഹാവിയ? നാറുൻ ഹാമിയ, കടുത്ത ചൂടുള്ള തീയാണ്, നരകമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഉത്തരമുണ്ട്. അതേ സമയത്ത് വമാ യുദ്രീക എന്ന് ഖുർആനിൽ കാണാം. അതിന്റെ ഉടനെ വിശദീകരണങ്ങൾ വന്നിട്ടില്ല. അതിൽപ്പെട്ട ഒന്നാണ് വമാ യുദ്രീക ലഅല്ല സഅത ഖരീബ്. തങ്ങളെ അറിയിച്ച കാര്യം എന്താണ്? അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത അർത്ഥം അങ്ങനെയാണ്, അയ്യു ശൈഇൻ നജഅലുക ആലിമാ, തങ്ങൾക്ക് അറിവ് നൽകിയ, തങ്ങൾക്ക് വിവരം നൽകിയ കാര്യം എന്താണ്? ലഅല്ല സഅത ഖരീബ്, ഖിയാമത്ത് നാൾ വളരെ അടുത്ത് വരാം, വളരെ അടുത്ത് വരാം. യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വാസമില്ലാത്ത ആളുകൾ ധൃതി കൂട്ടുന്നു, വേഗം കൂട്ടുന്നു. എന്താ വേഗം കൂട്ടാൻ കാരണം? ഒന്നുകിൽ അത് വരൂല എന്ന് ഭാവിച്ചിട്ട്, അത് നടക്കൂല. അല്ലെങ്കിലോ ദുർബലരായ മനുഷ്യന്മാരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനൊന്നും സംഭവിക്കൂല, നിങ്ങൾ വെറുതെ ഇരുന്നോളിന്ന്. അവരെ സംഭാവന വരുന്നുണ്ട്, സംഭാവന കൊടുക്കില്ല.
ഇന്ന് വെള്ളിയാഴ്ച രാമാണ് നല്ല സംഭാവന. ഈ ഹാമല്ലി അന്നഹാലാ തക്കൂനു, ദുർബലരായ ആളുകൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സംഭവിക്കൂലാന്ന്. എന്നിട്ട് അവര് പരിഹസിക്കുകയാണ്. എവിടെ ഖിയാമത്ത് നാള്? ഒന്ന് വന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ആരാണ് സത്യമാർഗത്തില്. എത്ര ധൈര്യ! പരിഹസിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് ഖിയാമത്ത് നാൾ എവിടെ? എന്താ വരാത്തത്? എന്തിനാ ഖിയാമത്ത് നാൾ അന്വേഷിക്കുന്നത്? വന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാകണം, ഞങ്ങളാണോ സത്യമാർഗത്തില് അതല്ല നിങ്ങളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവരും തങ്ങളെ സ്വീകരിച്ചവരുമാണോ സത്യമാർഗത്തിൽ, അതല്ല യഹൂദികളായ ഞങ്ങളാണോ സത്യമാർഗത്തിൽ? അത് തിരിയാനാണ്. ഖിയാമത്ത് നാൾ വരുമ്പോ ശരിക്കത് തിരിയും ചെയ്യും. പരിഹാസത്തോടെ അവർ ചോദിക്കുകയാണ്, വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹാ, ഖിയാമത്ത് നാൾ വിശ്വസിക്കുന്ന ആളുകൾ അത് സംബന്ധിച്ച് പേടിയിലാണ്. ഖായിഫൂന വജിലൂൻ, അവർ പേടിയിലാണ്, അവരെ മനസ്സ് ബേജാറിലാണ്. കാരണം ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്, ഇനിയും അധ്വാനിക്കാനുണ്ട്. ലിസ്തിഖ്സാരിഹിം അൻഫുസഹും, സ്വന്തം ശരീരങ്ങൾ അവർ ചെറുതാക്കി കാണുന്നു. മഅൽ ജുഹ്ദി ഫി ത്വഅതി, ആരാധനയിൽ പരിശ്രമിക്കലോടുകൂടെ. അല്ലാഹു പറഞ്ഞല്ലോ, വല്ലദീന യൂതൂന മാ തൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചവർ, അവർക്ക് പേടിയാണ്. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ശറഅ് കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വഖുലൂബുഹും വജില, അവരെ മനസ്സിന് പേടിയാണ്. എന്താണ് അവർക്ക് പേടി? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. എന്താകും അവസ്ഥ? എങ്ങനെയായിരിക്കും അവിടെ എത്തിയാലുള്ള അവസ്ഥ? അപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റി മുഅ്മിനീങ്ങൾക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അവരോരോരുത്തരും ഒരുങ്ങാത്തത് കൊണ്ടുള്ള പേടിയാണ്, ഓരോരുത്തരും ഒരുങ്ങാത്തത് കൊണ്ടുള്ള ഭയമാണ്. ഒരുങ്ങിയതോ ആയിട്ടില്ല എന്ന നിലക്കുമുള്ള ഭയമാണ്. സത്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പേടി ബാക്കിയുണ്ട്. വിശ്വാസികളുടെ മനസ്സെങ്ങനെയാണ്? ബൈനൽ ഖൗഫി വർ-റജാ, പേടിയുണ്ട് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് പ്രതീക്ഷയുണ്ട്. റബ്ബേ, കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി തന്നെ, മറ്റൊന്നും എന്റെ മനസ്സിൽ കൂടാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനല്ലേ ചെയ്തത്, എന്നെ കൊണ്ടാവുന്നതല്ലേ ചെയ്തത്, നീ അത് സ്വീകരിച്ചില്ലെങ്കിലോ? ആ നിലക്ക് പേടിക്കുന്നു. ദിനേന അമലുകൾ ചെയ്യുന്നവർക്കും അത് പേടിയാൻ. വഖുലൂബുഹും വജില. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കൂടുതൽ ചിന്തിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് വിഷയം ചോദിച്ച ആയത്താണത്. വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജില. നബിയെ, ഈ ആയത്തിന്റെ തഫ്സീർ എന്താ? കൊണ്ടുവരേണ്ടത്, ചെയ്യേണ്ടതൊക്കെ ചെയ്ത ആളുകൾ മനസ്സ് പേടിയിലാണെന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ പറ്റിയാണല്ല. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നൊരു ഖൗഫ് അവരെ മനസ്സിലുണ്ട്. അത് അല്ലാഹു തആല അവർക്ക് നൽകുന്ന ഒരു അടയാളമാണ്. എത്ര ചെയ്താലും ഒന്നും ചെയ്തിട്ടില്ല എന്നേ മനസ്സിൽ തോന്നും. എത്ര കൊടുത്താലും കൊടുത്തത് ആയിട്ടില്ല എന്നേ മനസ്സിൽ തോന്നും. എത്ര ഭക്ഷണം കൊടുത്താലും ഞാൻ കൊടുത്തതൊന്നായിട്ടില്ല എന്നേ തോന്നും. കാരണം മുമ്പ് കൊടുത്തവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് അവര് പറയും, എനിക്ക് അല്ലാഹു തന്നത് എത്രയുണ്ട്, അവർക്ക് അല്ലാഹു കൊടുത്തത് എത്ര കുറവാണ്, എന്നിട്ട് അവരെത്ര കൊടുത്തു, ഞാൻ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് പോരാ. എന്റെ ബാപ്പയും ഉമ്മയും ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ സ്വപ്നം കണ്ട് ജീവിച്ചവരാണ്, അനുഭവിച്ചവരല്ല. എന്നിട്ട് അവര് ചെയ്ത അമലിന്റെ ഒരു ഭാഗത്തേക്ക് എനിക്കെത്താൻ പറ്റുന്നില്ലല്ലോ. അവരെന്ന് സങ്കല്പിച്ച സുഖങ്ങളിലാണ് ഞാൻ ഇന്ന് ആറാടുന്നത്, ഞാൻ ഇന്ന് ശരിക്ക് ജീവിക്കുന്നത്. എന്നിട്ടും എന്റെ അമല് പോരാ. അവര് ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചു, ആ വിളക്കിന്റെ വെട്ടത്തിലാണ് അവർ ഖുർആൻ ഓതി തീർത്തത്. എനിക്കിന്ന് ആ വിളക്കിന്റെ പുകയോ അല്ലെങ്കിൽ അതിന്റെ വാസനയോ ഒന്നും അനുഭവിക്കേണ്ട. ഒന്ന് കെട്ടാൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക് കത്താനുണ്ട്. ഈ സൗകര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. എന്നിട്ടും അവർ ഓതി തീർത്തതോ ചൊല്ലി തീർത്തതോ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. വിശ്വാസികളുടെ മനസ്സിന് വരുന്ന പേടിയതാണ്. വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ നാട്ടിൽ
ഈ കരുവമ്പയിൽ മഹല്ലിൽ സഹോദരങ്ങളെ, മുമ്പ് എനിക്കറിയാം, ഞാനിവിടെ വന്ന് ആദ്യം ജമാഅത്തിന് റമദാനിൽ നിൽക്കുമ്പോ പാവപ്പെട്ട മനുഷ്യൻ 5 വക്തിനും ജമാഅത്തിന് വരുന്ന, എല്ലാ വക്തിനും ജമാഅത്തിന് വരുന്ന മനുഷ്യൻ, അദ്ദേഹം വളരെ പാവമാണ്, ഫക്കീറാണ്. പക്ഷേ റമദാനു ഷരീഫിൽ ളുഹറിന് വന്നാൽ അസുർ കഴിഞ്ഞൊന്ന് അങ്ങാടിയിലിറങ്ങി സാധനങ്ങൾ കൊണ്ടുവച്ച് വീണ്ടും പള്ളിയിൽ വന്ന് മഗ്രിബ് വരെ എത്രയാണ് അവർ ഖുർആൻ ഓതുന്നത്, ഇത്തികാഫിരിക്കുന്നത്. ഇന്ന് അങ്ങനെ കാണാൻ പൂതിയാണ്, പക്ഷേ കാണുന്നില്ല. അന്ന് അയാൾ ജീവിച്ചത് വളരെ സൗകര്യം കുറഞ്ഞൊരു വീട്ടിലാണ്. ഇന്നുള്ളവർ താമസിക്കുന്ന വീടുകൾ അന്നുള്ളവർ കണ്ടിട്ടില്ല. ഇന്നുള്ളവർ അനുഭവിക്കുന്ന സുഖങ്ങൾ അന്നുള്ളവർ അനുഭവിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ആലോചിക്കണം, നമുക്ക് പേടിയില്ലേ? നമ്മുടെ ഈമാനിൽ സന്ദേഹം വേണം. മൂമിനായ മനുഷ്യൻ രണ്ടിന്റെയും നടുവിലാണ്. പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എല്ലാം ചെയ്തു വെക്കും, എന്നാലും ഒക്കെ ആയി എന്നൊരു പ്രതീക്ഷയുമില്ല, പേടിയാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഇതെല്ലാം അള്ളാഹുത്താല ഒന്ന് നിരൂപണം ചെയ്യുമ്പോ, ശരിയായിട്ട് നമ്മൾ എഴുതിയ ഒരു ലേഖനം, നമ്മൾ പണിപ്പെട്ട് ഉണ്ടാക്കിയൊരു പുസ്തകം നല്ല കഴിവുള്ള ആള് വായിച്ചു നോക്കിയിട്ട് തിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ചെറിയ വേദനയാണ്. ഞാൻ എത്ര അധ്വാനിച്ചാണ് ഇത് തരപ്പെടുത്തിയത്. പല ഭാഗത്ത് ഞാൻ കറങ്ങിയിട്ടുണ്ട് വിഷയങ്ങൾ ഒപ്പിക്കാൻ, എന്നിട്ടും എഡിറ്റ് ചെയ്യാനുണ്ട് എന്നാണല്ലോ പറയുന്നത്. നാഖിദുൽ ബസീർ, മാറ്റുരക്കാൻ വലിയ കഴിവുള്ള റബ്ബ് തആല അമലുകളെ ഒന്ന് ചിക്കിച്ചികഞ്ഞാൽ നമ്മുടെ കാര്യം ബേജാറാൻ. എന്തുണ്ട് ഒന്ന് പറയാൻ, അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് കാണിക്കാൻ. എല്ലാം അള്ളാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഒരു റിയാഉം ഒരു സുംഅത്തും ഇല്ലാത്ത, ഒരു പ്രസിദ്ധിയും ആഗ്രഹിക്കാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഷ്ടപ്പെട്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഭൂമേനിയിൽ അതേ ചെറിയ മരക്കഷ്ണങ്ങൾ, ചെറിയ ഇലയും മറ്റു അതുപോലത്തതും ഒന്നടിയിൽ വെച്ച് മിനയുടെ താഴ്വരയിൽ നിന്ന് കല്ലുകൊണ്ടുവന്ന് വിശുദ്ധമായ കാബത്തുൽ മുഷറഫ പടുത്തുയർത്തുമ്പോൾ ഓരോ വരി തീരുമ്പോഴും പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞാൻ മിനയിൽ പോയി, ആ മിനയിൽ നിന്ന് കല്ലേറ്റ് എന്റെ തോളിലേറ്റി, എന്റെ മകൻ എന്റെ കൂടെ സഹായത്തിനുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നതുകൊണ്ടായില്ലല്ലോ. നീ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ പണി വെറുതെയാണ്. ഓരോ വരി തീരുമ്പോഴും ദുആ ചെയ്തില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മൊത്തം പടുത്തുയർത്തിയിട്ടല്ല, ഓരോ വരി കല്ല് തീരുമ്പോഴും ദ്വാർന്നിട്ടുണ്ട്. എത്രയാണ് അവരുടെ മനസ്സിനൊരു വിഷമം, അവരുടെ മനസ്സിന്റെ ഒരു ഖൗഫ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേറെ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെറുതെല്ലാം അല്ലാഹു തന്ന് വലുത് കാത്തിരിക്കുമ്പോ, വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ്, വിശ്വാസികൾ തിരിച്ചറിയും അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഒരു ആശങ്കയും അതിലില്ല. യഅലമൂന അന്നഹൽ ഹഖ്, ഖിയാമത്ത് നാൾ നടക്കുക തന്നെ ചെയ്യും. കാരണം നടക്കുമെന്നതിന് പറഞ്ഞ അടയാളങ്ങളൊക്കെ പലതും വെളിവായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അചേതന വസ്തുക്കൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന യുഗത്തിലാ ഞാനും നിങ്ങളുമുള്ളത്. അചേതന വസ്തുക്കൾ ചെരുപ്പിന്റെ വാറ് എന്ന് തങ്ങൾ പറഞ്ഞുവെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ നാം അറിയാതെ സംസാരിക്കുന്നു, നമ്മളോട് ചോദിക്കാതെ മറുപടി പറയുന്നു, നമ്മളോട് ചോദിക്കാതെ പ്രതികരിക്കുന്നു, നമ്മളോട് ചോദിക്കാതെ അതിന്റെ മുഴക്കം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മളത് എടുക്കുന്നില്ലെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുക്കുന്നു, നമ്മളോട് ചോദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിന്ന് സൗദിയിലെയും UAE-യിലെയും കച്ചവട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന, നോക്കിക്കാണുന്ന വരവും ചെലവും കൃത്യമായി കണക്കുകൂട്ടുന്നവർ, അവരാ പുതുമയിലാണെങ്കിലും അതിനപ്പുറത്തൊന്ന് വായിക്കാനുണ്ട്.
അവിടെ വന്ന ആളുകളെ റിസൾട്ട് മുഴുവനും ഇവിടെ എടുക്കുമ്പോ ഇങ്ങനൊരു അത്യാധുനിക സൗകര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മദീനത്തുൽ മുനവ്വറയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹാ അമാറാത്തുസ്സാ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് സംസാരിച്ചത് ചെന്നായിയുടെ സംസാരം കേട്ടിട്ട് അത്ഭുതം കൂറിയ സ്വഹാബത്തിനോടാ പറയുന്നത്, നിങ്ങൾ ഇതല്ലേ കേട്ടിട്ടുള്ളൂ, ഇതൊരു ജീവിയാണല്ലോ. ജീവിക്ക് അല്ലാഹു സംസാര ശേഷി കൊടുത്താൽ അത് സംസാരിക്കുന്നതിൽ അതിശയിക്കാനില്ല. ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ സംസാരിക്കുന്ന കാലം വരാനുണ്ട്. തങ്ങൾ അന്നത് പറഞ്ഞു, നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഇനിയും നമ്മൾ ഖിയാമത്ത് നാളിലേക്ക് വളരെ അടുത്തടുത്ത് നീങ്ങുകയാണ്. സംശയമുള്ളവരോ, ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്, സത്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ്, അകലെയാണ്. ശരിക്കവരെ ഓർമ്മിച്ചിരുന്നുവെങ്കിൽ തിരിച്ചറിയും. മണ്ണിൽ നിന്ന്, പിന്നീട് ബീജത്തുള്ളിയിൽ നിന്ന് അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഈ എത്തേണ്ട രൂപത്തിലേക്ക് അവർ എത്തിച്ച അല്ലാഹു ഇനിയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും പുനർജീവിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നവർ തിരിച്ചറിയും. അവരത് ഓർമ്മിക്കുകയാണെങ്കിൽ തിരിച്ചറിയും. പക്ഷേ ആശങ്കയിലാണ് സത്യനിഷേധികളുള്ളത്. ഈ ആയത്തിൽ നിന്ന് കുറെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ മുഫസ്സിറുകൾ. ഒന്ന്, തിരക്ക് കൂട്ടരുത്. അൽ അജ്ലതു മിനശ് ശൈത്താൻ, കാര്യങ്ങൾ ധൃതി കൂട്ടുന്നത് പിശാചിന്റെ ഭാഗത്തുനിന്നാണ്. എല്ലാ വിഷയങ്ങളും സാവകാശമാണ് ചെയ്യേണ്ടത്, 6 കാര്യങ്ങൾ ഒഴികെ. ഒന്ന്, സമയമായാൽ നിസ്കാരം നിർവഹിക്കുക. അതിന് വേഗത കൂട്ടണം. കാരണം സമയമായിട്ടും സൗകര്യം കിട്ടിയിട്ടും നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ചോദ്യം വരാനുണ്ട് എന്നൊരു ബോധ്യം വേണം. വേഗം ചെയ്യേണ്ട ഒരു വിഷയം അതാണ്. നിസ്കാരം വേഗം ചെയ്തു തീർക്കണം എന്നല്ല, നിസ്കാരം എന്ന കർമ്മത്തിലേക്ക് വേഗം വരണം. നിസ്കാരം ഓൾറെഡി വേഗം അങ്ങനല്ല. ഇത് പറയുമ്പോൾ ആൾക്കാർ പക്ഷെ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനല്ല. നിസ്കാരം എന്ന അമല് സമയമെത്തിയാൽ പിന്നെ പിന്തിക്കരുത്, വേഗത കൂട്ടണം. രണ്ടാമത്തത് ദഫ്നുൽ മയ്യിത്ത് ഇദാ ഹളർ, മയ്യിത്ത് ഹാജറായാൽ മറമാടുന്നത് വേഗത്തിലാക്കണം. കഴിവിന്റെ പരമാവധി, കഴിവനുസരിച്ചുകൊണ്ട് നമ്മൾ വേഗത കൂട്ടണം. എല്ലാവരും എത്തിക്കഴിഞ്ഞ് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആയാൽ അതിനനുസരിച്ചൊരു വേഗത കൂട്ടണം. ചിലപ്പോൾ ചില താമസങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ചിലത് വൈകും, കാരണം ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരും. എത്തേണ്ട ആളുകളിൽ എത്തേണ്ട ചില വിഷയങ്ങളുള്ളത് കൊണ്ട് കുറച്ച് വൈകിയെന്ന് വരും. നേതൃത്വം കൊടുക്കാനും നിസ്കരിക്കാനൊക്കെ വസിയത്ത് ചെയ്ത ആള് കുറച്ചൊരു 4-5 മണിക്കൂർ ഓടിയെത്തണം. അപ്പം അയാളൊന്നും ചിലപ്പം കാത്തുനിന്ന് വരും. അതൊരു മകനായിരിക്കും, അല്ലെങ്കിൽ പേരക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവായിരിക്കും. അങ്ങനെ ചില വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ വേറെന്തോ ഒരു ശുഗലിലാണ്, അവരെത്താൻ വേണ്ടി ജമാഅത്ത് നിസ്കാരത്തിന് കുറേ ആളെ കിട്ടുമല്ലോ, അതിനു വേണ്ടി എന്താകും, ഒന്ന് അല്പം വെയിറ്റ് ചെയ്തെന്ന് വരും. എന്നാലും ആ മയ്യത്തിന്റെ ഹുർമത്ത് പാലിക്കണം. വിശദമായി പറയണം, ഞാനിപ്പോൾ അതിൽ അവിടെ നിർത്തുകയാണ്. മൂന്നാമത്തത് തസ്വീജുൽ ബിഖ്രി ഇദാ അദ്റകത്, സമയമെത്തിയാൽ കല്യാണം എന്നത് വൈകിക്കാൻ പാടില്ല. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് ആ വിഷയം. കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെയുണ്ട്. അള്ളാഹു എളുപ്പം നൽകട്ടെ. ആർക്കും കല്യാണം വേണ്ടേ? ഒന്ന് ആമീൻ പറയും. അള്ളാഹു എളുപ്പം നൽകട്ടെ. ഇവിടെ നല്ല പലയിടത്തുനിന്നും ഉണ്ടല്ലോ ആൾക്കാർ. ഇവിടെ മാത്രമൊന്നുമല്ലല്ലോ നമ്മുടെ ആളുകളുള്ളത്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും ബന്ധുക്കളൊക്കെ അല്ലേ. അള്ളാഹു എല്ലാവർക്കും എളുപ്പം ചെയ്യട്ടെ. നാലാമത്തെ വിഷയം ഇത്ആമുൽ ലൈഫ് ഇദാ നസൽ. അഞ്ചാമത്തെ വിഷയം, നാലാമത്തെ വിഷയം ഇത്ആമുൽ ലൈഫ് ഇദാ നസൽ, അതിഥി വന്നാൽ ഭക്ഷണം കൊടുക്കൽ. ഗസ്റ്റ് വന്നാൽ അതിഥി സൽക്കാരം വൈകിപ്പിക്കരുത്. അപ്പൊ ഒരു ടീമും കൂടി വരാനുണ്ടെന്ന് ബാക്കിയുള്ളവരെ വിശപ്പൊക്കെ അങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. സൽക്കാരം പറഞ്ഞ 2 മണിക്കാണ്. ഏതോ ഒരു ത്വായിഫത്ത് വൈകി, എന്നാൽ എത്തിയവർക്ക് വേഗം ഭക്ഷണം കൊടുത്ത് അവർക്കുള്ള ഭക്ഷണം അവിടെ എടുത്തു വെച്ച് റെഡിയാക്കണം. കാത്തിരിക്കരുത്. എത്തിയവർക്ക് വിഷമം. അവരെത്ര പെട്ടെന്നാണോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരാ പറയുന്ന അൽഹംദുലില്ലാഹ് എന്നുള്ളതിന്റെ റാഹത്ത് ചെറുതല്ല, വലുതാ.
അതും ഓരോരുത്തരുടെ കഴിവിന്റെ പരമാവധി അനുസരിച്ച് വേഗത്തിലാക്കും. അഞ്ചാമത്തത് ഖളാഉദ്ദൈൻ ഇദാ വജബ്. സമയമായി കഴിഞ്ഞാൽ കടങ്ങൾ വേഗം വീട്ടണം. കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി തരട്ടെ. കടങ്ങളോടുകൂടി അള്ളാഹു നമ്മെ ആരെയും നമ്മോട് ബന്ധപ്പെട്ട ആരെയും അള്ളാഹു മൂത്താക്കാതിരിക്കട്ടെ. കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, വീട്ടാനുള്ള നല്ല വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. കച്ചവടത്തിൽ പ്രയാസപ്പെടുന്ന വിദേശത്തും സ്വദേശത്തുള്ള ആളുകളുണ്ട്, അള്ളാഹു എല്ലാവർക്കും നല്ല ഫറജും മഖ്റജേറ്റി കൊടുക്കട്ടെ. ആറാമത്തെ വിഷയം തഅജീലു തൗബതി ഇദാ അദ്നബ്. തെറ്റ് ചെയ്തു പോയാൽ പശ്ചാത്താപം വേഗത്തിലാക്കണം, ഉളരിപ്പിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സ് വേഗത്തിലാക്കണം. അത് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. മറ്റൊന്ന് ഈമാനും അംഗീകാരവും അതേത് വിഷയത്തിലും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഈമാനും തസ്ദീഖും. അള്ളാഹു പറഞ്ഞല്ലോ, ഈമാനുള്ളവരെ പറ്റി വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹാ. ഈമാനുള്ളവർക്ക് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് വലിയ പേടിയുണ്ട്, സത്യമാണെന്ന് അവർ തിരിച്ചറിയും. ഈമാനും അംഗീകാരവും അത് മുഖ്യമാണ്. ഒരു മനുഷ്യൻ അവൻ മുഅ്മിനായി ജീവിക്കുന്ന കാലത്തോളം, പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് വിശ്വാസിയായി നിൽക്കുന്ന കാലത്തോളം അതിന് തയ്യാറെടുക്കണം അമലുകളെ കൊണ്ട്. അതിനാണ് ആ പറഞ്ഞത് വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹാ. പേടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പേടിച്ചിട്ട് ഓനിങ്ങനെ എനിക്ക് നല്ല പേടിയാണെന്ന് പറയലല്ല. അതിനുവേണ്ടി സന്നദ്ധത, തയ്യാറെടുപ്പ് നടത്തണം. പലതും അങ്ങനെ നമ്മൾ ഒരുങ്ങാറില്ലേ? നാളെ യാത്രക്ക് പോകണം, തലേന്ന് വല്ലാത്ത ഒരുക്കമാണ്. ചിലപ്പം ഉള്ള നേരം കൂടി ഇല്ലാത്ത നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഉറങ്ങുന്ന നേരം കുറച്ച് ഒഴിവാക്കിയിട്ട് കുറേ ഇനിയും റെഡിയാക്കാനുണ്ട്. എന്താണ് ആ തയ്യാറെടുപ്പ്? യാത്രക്ക് വേണ്ടിയാണ്. എന്നാ നമ്മുടെ യാത്രക്ക് വേണ്ടി നമ്മളും ഒരുങ്ങണം. തീർക്കാനുള്ളത് തീർക്കണം. ഇനിയും സമയം ബാക്കിയുണ്ടെന്ന് കരുതരുത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിച്ചല്ലോ ഒരു അഅറാബി. തങ്ങൾ തിരിച്ചു ചോദിച്ചു, എന്താണ് അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്? ഒന്നുമില്ല നബിയെ, ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടം വെക്കുന്നു, സ്നേഹം വെക്കുന്നു. തങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഒരുങ്ങിക്കോളൂ. അന്ത മഅമൻ അഹ്ബബ്ത. നിങ്ങൾ അള്ളാഹിനെ അള്ളാഹുവിന്റെ റസൂലിനെ ഹുബ്ബ് വെക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ആശങ്ക വേണ്ട, പേടി വിട്ടേക്കൂ, തയ്യാറായിക്കോളൂ, ഒരുങ്ങിക്കോളൂ. പോകാനും ഖിയാമത്ത് നാളിനെ വരവേൽക്കാനും ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നല്ല രൂപത്തിൽ വരാനും ഒരുങ്ങിക്കോളൂ. അപ്പൊ നബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളാണെങ്കിൽ അവിടത്തോട് പിന്തുടർച്ച വേണം. ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വലാ ശക്ക അന്ന മൻ അഹബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ, ഇഷ്ടം വെക്കുന്നവർ, അഹബ്ബൽ ഇഖ്തിദാഅ ബിഹി, അവിടുത്തോട് പിന്തുടരലിനെ ഇഷ്ടപ്പെടുന്നു. ഫീ ജമീഇൽ അഹ്വാൽ, മുഴുവൻ അവസ്ഥകളിലും. ഉറക്കം ഒരവസ്ഥയാണ്, യാത്ര മറ്റൊരവസ്ഥയാണ്, ഭക്ഷണം കഴിക്കല് മറ്റൊരവസ്ഥയാണ്, കുളിക്കല് മറ്റൊരവസ്ഥയാണ്, സദസ്സിലിരിക്കല് മറ്റൊരവസ്ഥയാണ്, ജനങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരവസ്ഥയാണ്. എന്തെല്ലാം അവസ്ഥകൾ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്നുണ്ടോ അതിലെല്ലാം ഒരു ഇത്തിബാ, പിന്തുടർച്ച വേണം. എല്ലാറ്റിലും വേണം. കുളിക്കുന്നവൻ കുളിക്കുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്തൊരു ഉളുവെടുക്കണം. അത് അതിലുള്ള ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റലാണ്. ഉറങ്ങുന്നവൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്തൊരു ഉളുവെടുക്കണം. പിന്നെയോ അവൻ വീട്ടിലെത്തിയിട്ട് എന്നും അവന്റെ വിരിപ്പ് തട്ടിക്കൊടയണം 3 പ്രാവശ്യം. തലയിണയും കൊടയണം, വിരിപ്പും പുതപ്പും കൊടയണം. എന്നിട്ടോ അവൻ സുഗന്ധം പൂശണം. ഇതൊക്കെ സുന്നത്തുകളാണ്, ഇത്തിബാ ആണ്. അവൻ ധരിക്കുന്ന വസ്ത്രം നല്ല വൃത്തിയുള്ള വസ്ത്രമാകണം. കാരണം രാത്രി സമയം ഒരുപക്ഷേ മൗത്ത് വന്നാൽ മലക്കുകൾക്ക് വിഷമമുണ്ടാക്കുന്ന അവസ്ഥ വരരുത്. നല്ല വൃത്തിയാണല്ലോ അവിടെ വേണ്ടത്. എന്നിട്ട് ചൊല്ലാൻ ഏൽപ്പിച്ച ദിക്റുകളൊക്കെ ചൊല്ലണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നതുപോലെ കിടക്കണം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു കിടത്തം, പിന്നീട് ഒരു പക്ഷേ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കും. അത് വിഷയമാക്കണ്ട. ഇടയിൽ പേടിച്ചു പോയാൽ, പേടി സ്വപ്നം കൊണ്ട് എഴുന്നേറ്റുപോയാൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇടത് ഭാഗത്തേക്ക് തുപ്പുന്ന രൂപം കാണിച്ച് ആമന്തു ബില്ലാഹി വറസൂലിഹി,
അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കണം. അപ്പൊ എല്ലാ മേഖലയിലും ഇഖ്തിദാ വേണം, പിന്തുടർച്ച വേണം. മുഹിബ്ബുകൾക്ക് ഒരു പ്രയാസവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഹിബ്ബുകളിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. തങ്ങൾ പറഞ്ഞല്ലോ, മതാ അൽഖാ ഹിബ്ബായി, എന്റെ പ്രിയക്കാരെ ഞാൻ എപ്പോഴാണ് കാണുക? തങ്ങൾ ഒരിക്കൽ ചോദിച്ചു സ്വഹാബത്തിനോട്, എന്റെ ഇഷ്ടദാസന്മാരെ ഞാൻ എപ്പോഴാണ് കാണുക? സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അലസ്നാ അഹിബ്ബാക്ക്, തങ്ങളുടെ പ്രിയക്കാര്, തങ്ങളുടെ ഇഷ്ടക്കാര് ഞങ്ങളല്ലയോ? അല്ല അല്ല, അൻതും അസ്ഹാബി, കൊടുവളി എത്തിക്കുന്നു, കുളിപ്പിച്ചും കൊണ്ടുവരിക 2 കുറച്ച് 10 ഇവിടെ നിൽക്കാറ്, 11 ഇവിടെ നിൽക്കാറ്, അത് മറിയാനാ കൊണ്ടുപോവുക. നമ്മൾ 10 കാലം നിർത്തിയാൽ ആൾക്കാർ പിടിക്കാറും, കുറച്ച് ആൾക്കാർ ഇത് കേപ്പുണ്ടല്ലോ, ഒരു മണിക്കൂർ പിന്നെ വരികയില്ല. അപ്പോൾ 10:30 വരെ വേലാക്കിയിട്ട് ചെറിയത് വായും കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞ് എടുത്ത് ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ നിൽക്കാരും നമ്മൾ കിട്ടും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. പുറത്തു നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കണം. എല്ലാവരും കയറി. വെള്ളിയാഴ്ച രാവാണല്ലോ. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ, ശബ്ദം കേൾക്കുന്ന അങ്ങാടിയുള്ള ആളുകളൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കും. കസേരയില്ലത്, ആ കസേര കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ടാൽ മതി. കുറച്ച് അടുത്തടുത്ത് അകന്നിരുന്നാൽ മതി. കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടേക്ക്, ഒന്ന് അകന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് കസേരട്ട്. നല്ല ബർക്കത്തുള്ള മജ്ലിസാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നല്ല ഉപ്പമാരും ചെറുപ്പക്കാരും കുട്ടികളും മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ ഒരുമിച്ചുകൂടിയ സദസ്സാണല്ലോ. നമ്മുടെ നാട്ടിൽ നടന്ന മരണം എല്ലാവരും അറിയുമല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. പ്രത്യേകം ദ്വാരക്കേണ്ടതുണ്ട്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ജനാസ ഇവിടെ എത്തും. അതിനു മുമ്പ് ഉളു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനത്തിൽ നൽകും. ശേഷം ഈ ഗ്രൗണ്ടിൽ വെച്ച് അല്ലേ, എവിടുന്നല്ലേ ജനാസ നിസ്കാരം നടക്കും. അതിലുകൂടി സഹകരിച്ച് സംബന്ധിച്ചു പോകാലോ. അങ്ങനെ പെട്ടെന്ന് നിർത്തി എല്ലാവരും പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പലർക്കും പ്രയാസമായിരിക്കും. അത് കുറച്ചുകൂടി ടൈം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. അവരാശങ്ക മനസ്സിൽ വേണ്ടാന്ന് വെച്ചിട്ട് അത് ഉണർത്തിയത്. ഇനി എപ്പോഴാണ് ഇത്, എപ്പോഴാണ് നിർത്തുക, എപ്പോഴാണ് അങ്ങോട്ട് പോകാമെന്ന് കരുതണം. അങ്ങോട്ട് വരും, ഇവിടുന്ന് ജനാസ സംസ്കാരം നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ടൈം ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് അറിയിക്കും. നിർത്തി ഉള്ളെടുത്തൊരു സൗകര്യ പ്രകാരം ഇവിടെ വെച്ച് നമസ്കരിക്കാം. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ഇഷ്ടദാസന്മാരെ ഞാൻ എപ്പോഴാണ് കാണുക? സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങളല്ലേ നബിയെ ഇഷ്ടക്കാര്, അങ്ങയുടെ പ്രിയക്കാർ ഞങ്ങളല്ലേ? അല്ലല്ല, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അഹിബ്ബായി ഖൗമുൻ ലം യറൗനി, എന്റെ പ്രിയക്കാരെന്ന് ഞാൻ പറഞ്ഞത് എന്നെ കണ്ടിട്ടില്ലാത്തൊരു വിഭാഗമാണ്. അവരെന്നെ കണ്ടിട്ടില്ല. വ ആമനൂ ബി, എന്നെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അന ഇലൈഹിം ബിൽ അസ്വാഖ്, ഞാൻ അവരോട് വലിയ താല്പര്യത്തിലാണ്. തങ്ങളെ കാണാതെ വിശ്വസിച്ച അവിടുത്തെ ശേഷം വന്ന ഉമ്മത്ത്, അള്ളാഹു നമുക്കതിൽ ഇടം നൽകട്ടെ. എന്റെ ഇഷ്ടദാസന്മാരെ ഞാൻ എപ്പോഴാണ് കാണുക? സ്വഹാബത്ത് ഞങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് തങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. അവര് എന്റെ ശേഷം, എന്റെ വഫാത്തിന് ശേഷം വരും. എന്നെ കാണാതെ അവരെന്നെ വിശ്വസിക്കും. എന്നിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, ലിൽ ആമിലി മിൻഹും അജ്റു 50 മിൻകും, അവരിൽ നിന്ന് അധ്വാനിക്കുന്ന അമൽ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ കൂലിയുണ്ട്. നിങ്ങളിൽ നിന്ന് 50 ആള് ചെയ്യുന്ന അമലിന്റെ കൂലി അവരിൽ നിന്നുള്ള ഒരാൾക്കുണ്ട്. ഒരാള് അമൽ ചെയ്താൽ കാരണം അവർ കണ്ടിട്ടില്ല. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ബൽ മിൻഹും യാ റസൂലല്ലാഹ്, അവരിൽപ്പെട്ട 50 ആളെ കൂലിയല്ലേ ഒരാൾക്ക്? അല്ലല്ല, മിൻകും. 3 വട്ടം ആവർത്തിച്ച് തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള 50 ആള് ചെയ്യുന്ന അമലിന്റെ കൂലി അവരിൽ നിന്ന് ഒരാൾക്ക് ഞാൻ കൊടുക്കും, അള്ളാഹു കൊടുക്കും. എന്തേ കാരണം? അവരെന്നെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടവരാണ്. ലിഅന്നകും തജിദൂന അലൽ ഖൈരി അഅ്വാന, നിങ്ങൾ നിസ്കരിക്കുന്നതിന്, നോമ്പ് നോൽക്കുന്നതിന്, ഖുർആൻ ഓതുന്നതിന് ഒക്കെ ഞാൻ പ്രചോദനമാണ്. എന്നെ കണ്ടു.
എന്നെ കണ്ടവരെ കണ്ടു, എന്റെ അമാനുഷികതകൾ നിങ്ങൾ കണ്ടു, അനുഭവിച്ചു, എന്റെ കൂടെ നിങ്ങൾ ജീവിച്ചു. നന്മ ചെയ്യാൻ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കോ അവരെന്നെ കണ്ടിട്ടില്ല. പലപ്പോഴും കണ്ടവരെയും കണ്ടിട്ടില്ല, കണ്ടവരെയും കണ്ടിട്ടില്ല. എന്നിട്ടും എന്നെ സുന്നത്ത് പിന്തുടർന്ന് എന്നെ ഇഷ്ടം വെച്ച് നടക്കുന്ന എന്റെ പ്രിയക്കാര്, അവർക്ക് വലിയ കൂലിയുണ്ട്. ഖിയാമത്ത് നാള് അന്വേഷിക്കുന്ന, പേടിക്കുന്ന ആള് അതിന് തയ്യാറാകണം എന്നതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിശ്വാസവും തസ്ദീഖും അതുപോലെ തന്നെ അനുധാവനവും വിടാതെ കൈമുതലാക്കി കൊണ്ടു നടക്കണം. മൂന്നാമത് ഈ ആയത്തിൽ പഠിപ്പിച്ച വിഷയം അറിവാണ്. വയഅലമൂന അന്നഹൽ ഹഖ്. അറിവും ഖൗഫും തമ്മിൽ യോജിച്ചു ചേർന്നാൽ അതേ അറിവുണ്ട്, അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ട്, ആ മനുഷ്യന് നല്ല പ്രശംസ ലഭിക്കും. ഒരു മനുഷ്യന് അറിവുണ്ട്, ആ അറിവ് കൊണ്ട് കാര്യമായിട്ട് ഒരു നേതൃസ്ഥാനമേ അവന് കിട്ടുന്നുള്ളൂ, എങ്കിൽ അവന് കാര്യമായിട്ട് ഒന്നും കിട്ടാനില്ല. ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, ഫൈനൽ ഇൽമ ലൈസ ജാലിബൻ ലിസ്സൂദദ് ഇല്ലാ മിൻ ഹൈസു തുറദഹുൽ ജഹ്ലു. അറിവ് കൊണ്ട് നേതൃപദവി മാത്രം കിട്ടി, അമലില്ല, ഖൗഫില്ല, എന്നാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നേതൃസ്ഥാനം കിട്ടിയ ആളുകൾ ഒരുപാടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, വലിയ അറിവുള്ള ആളായിരുന്നു ഇബ്ലീസ്, നേതൃപദവി കിട്ടിയിരുന്നു. നേതൃസ്ഥാനം പോയപ്പോൾ അവന്റെ ഇൽമ അവന് ഉപകരിച്ചില്ല, അവൻ അള്ളാഹുവിനെ പേടിച്ചില്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസൂയ വെച്ചു. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിത്നയിലാക്കി. അവന്റെ ഇൽമ അവന് ഉപകരിച്ചില്ല, കാരണം ആ ഇൽമിന്റെ പിന്നിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ സൃഷ്ടിച്ച റബ്ബല്ലേ പറയുന്നത് എന്ന നിലക്ക് അനുസരിക്കേണ്ടതിന് പകരം വിസമ്മതം കാണിച്ചു. ഇൽമ അവനുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ മലക്കുകളുടെ ഉസ്താദാവുക? ഇൽമില്ലാത്ത ആൾ ഉസ്താദാകോ? അതും ആരെ ഉസ്താദാ? മലക്കുകളുടെ ഉസ്താദ്. അവർക്കിടയിലുള്ള സുഹബത്ത്, സഹവാസം, ഇതൊക്കെ കിട്ടിയിട്ടും അവന്റെ വിസമ്മതത്തിന്റെ കാരണം ഖൗഫില്ലാത്തതാണ്, ഭക്തിയില്ല, പേടിയില്ല. അപ്പോൾ അവൻ വിസമ്മതിച്ചു. നന്മയോട് വിസമ്മതം പറയുന്നവർക്ക് അള്ളാഹുവിലുള്ള ഖൗഫ് കുറവാണ്. ഒരാളൊരു നല്ല മാർഗം പറഞ്ഞു കൊടുത്തു, മോനെ നീ എങ്ങനെ ചെയ്തോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്നാ വിസ്തരിക്കുന്നത്. അവന് വിസമ്മതമാണോ? ഖൗഫ് കുറവാണ്, ഭക്തി കുറവാണ്, അള്ളാഹുവിലുള്ള പേടി കുറവാണ്. അതുകൊണ്ടാണ് ഇബ്ലീസിന് അഹങ്കാരം മൂത്തത്. വകാന മിനൽ കാഫിരീൻ. കിബ്റിലൂടെ അവൻ കുഫറിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് ഇൽമിനോടൊപ്പം ഖൗഫ് വേണം, അമല് വേണം, അള്ളാഹുവിലുള്ള ഭക്തി വേണം. ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിലുള്ള ഭക്തിയില്ല. അതുകൊണ്ട് ഈമാനിന് തൗഫീഖ് അവർക്ക് ലഭിച്ചില്ല. നാലാമത്തെ വിഷയം സംശയത്തെ ഇവിടെ ആക്ഷേപിക്കുകയാണ്. നല്ല ഉറപ്പ് വേണം. വയഅലമൂന അന്നഹൽ ഹഖ്. ആശങ്കയുണ്ടാകരുത് ഈമാനിന്റെ വിഷയത്തിൽ. അങ്ങനൊക്കെ ഉണ്ടാകും. അപ്പൊ ഖബറിലുള്ള ശിക്ഷയെ പറ്റി എത്ര ഗൗരവത്തിലാണ് ഹദീസിൽ പറയുന്നത്. അങ്ങനൊക്കെ സംഭവിച്ചാൽ നമ്മളെ നാട്ടിലുള്ള ആളുകൾ എങ്ങനെങ്കിലൊക്കെ അറിയണം. ഇപ്പൊ ലോകമൊക്കെ വികസിച്ചല്ലോ, ഒരുപാട് ക്യാമറകളും ഒളിക്യാമറകളും അതിലപ്പുറമുള്ള ക്യാമറകൾ കണ്ടെത്തിയല്ലോ. എന്നിട്ട് ഈ വരുന്ന വരവും മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് ഘോരമായ ഇടിയുടെ ശബ്ദമാണ്. വലിയ മിന്നൽ വെളിച്ചം പോലെ വലിയ വെളിച്ചമാണല്ലോ. ഇതൊന്നും ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചെടുക്കാനുള്ള ഉപകരണങ്ങളൊന്നും എത്തിയില്ലേ? എന്നാ പിന്നെ മനുഷ്യന്മാരുടെ കുറവാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം, മനുഷ്യന്മാർക്ക് കഴിവ് കുറവാണ് എന്ന് സമ്മതിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും പകരം വിശ്വാസ വൈകല്യം സംഭവിച്ചെന്ത് പറയും? അങ്ങനൊന്നും ഉണ്ടാകൂല. അങ്ങനെ ഉണ്ട് എന്ന് നേർക്ക് നേരം നോക്കിക്കണ്ട് പറഞ്ഞു തന്നത്, അതിനൊക്കെ എല്ലാത്തരം കഴിവും അള്ളാഹു നൽകിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞുതാ ഈ ഖബറാളിൽ ഇപ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ പലതും ഉണ്ടല്ലോ.
നമ്മുടെ നേത്രം കൊണ്ട് കാണാത്തത് തങ്ങള് അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിക്കണം, ഹൻദല റളിയല്ലാഹു അൻഹു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പൊ എന്തേ നബിയെ? ഹൻദല റളിയല്ലാഹു അൻഹു മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ സ്വഹാബത്ത് പോയി നോക്കുമ്പോ ശരീരത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നു. വെള്ളം ഒഴിക്കുന്ന ആളെ കാണുന്നുണ്ടോ? കാണുന്നില്ല. വെള്ളം ഒഴിക്കുന്നത് ആര് എന്ന് കാണുന്നില്ല, പക്ഷെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. തലഭാഗം മുതൽ താഴോട്ട് ഷഹീദിനെ കുളിപ്പിക്കൂലല്ലോ. പക്ഷേ ആ ഷഹീദിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു ബഹുമാനം വേണം. വിളിയാളം കേട്ട ഉടനെ തന്നെ കുളിക്കാൻ സമയം കാത്തു നിൽക്കാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഗസീലുൽ മലായിക ഹൻദല റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സ്വഹാബത്ത് കാണുന്നത് കുളിപ്പിക്കുന്നവരെയല്ല, അവർ കർമ്മം കാണുന്നുണ്ട്. കുളിപ്പിക്കുന്നവരെ കാണാനുള്ള കണ്ണ് അവർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ചില വിഷയങ്ങളിൽ അല്ലാഹു തആല അങ്ങനെ വെച്ചത് മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ ജീവിത സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ കേട്ടാൽ എന്തു സംഭവിക്കും? അതോടുകൂടെ അവർ തീർന്നു പോകും. അതുകൊണ്ട് അല്ലാഹു തആല ജീവിത സൗകര്യത്തിന് വേണ്ടി ചിന്തിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി അല്ലാഹു മറച്ചു വെച്ചു. ചിലത് ചില മഹാന്മാർക്ക് അല്ലാഹു വെളിവാക്കി കൊടുത്തു. എന്തിന്? പുറം ലോകത്തുള്ള ആളുകൾക്ക് അതൊരു പാഠമാകാനും തെളിവാകാനും. മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ മറുപടി ലഭിക്കുമോ? മറുപടി ലഭിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അവിടുത്തെ തിരുഹദ്റത്തിൽ മുന്നിൽ കൊണ്ടുപോയി വെച്ച് തങ്ങളുടെ ഉത്തരവിന് വേണ്ടി സ്വഹാബത്ത് കാത്തുനിന്നു. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. ജനാസ കൊണ്ടുവച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദാ വാതിൽക്കൽ. ചോദ്യത്തിന്റെ ഉത്തരം വേണം. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ ഹബീബായ സിദ്ദീഖ് തങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെക്കൂ. സമ്മതം കിട്ടിയിട്ട് സ്വഹാബത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്തു. അപ്പോൾ ഉത്തരം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിന്ന സ്വഹാബിമാരൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. തർക്കമില്ലാത്ത രൂപത്തിൽ എല്ലാവരും ഈ സംഭവം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തർക്കിക്കുന്നവരുടെ നേതാക്കളും അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ചില കേൾവികളും കാഴ്ചകളും കാണാനുള്ള ശക്തിയും കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തന്നോളണമെന്നില്ല. പക്ഷേ ഇല്ല എന്ന് പറയരുത്. നേർക്ക് നേരെ കണ്ട് അനുഭവിച്ച അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത അസ്വാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ അതിൽ ആശങ്കയുണ്ടാകരുത്. വിശ്വാസം വേണം. അദാബുൽ ഖബർ നമ്മളാരും കാണാത്തതാണ്. നിഷേധിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. യുക്തി കൊണ്ട് ചോദ്യം ചെയ്തിട്ട് അങ്ങനൊന്നും ഉണ്ടാകൂല. അത് ഈ സാധുക്കളെ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട്, അവരൊരു വഴിക്ക് നിർത്താൻ വേണ്ടിയിട്ട് കഥ പറയുകയാണെന്നാണ് അവർ പറയുന്നത്. നമുക്കവർക്ക് കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വിഷയം പറഞ്ഞു ധരിപ്പിക്കുക എന്ന ബാധ്യതയെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉള്ളൂ. നിഷേധിച്ച ആളുകൾ എത്രയുണ്ട്? കേൾക്കുമോ? കേൾക്കുമോ എന്നാ ചിലർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഖബറാളികൾ കേൾക്കുന്ന അത്ര കേൾവി ഭൂമിയുടെ ഉപരിഭാഗത്തുള്ളവർ കേൾക്കൂല എന്നാണ്. അതും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട, പൊട്ടക്കിണറ്റിൽ അടക്കം ചെയ്ത അബൂജഹൽ, ഉത്ബ, ഷൈബ, വലീദ് തുടങ്ങിയ ആളുകളുടെ അടുത്തുന്ന തങ്ങളുടെ ചോദ്യം എന്ത്? ഹൽ തജിദൂന മാ വഅദകും റബ്ബുകും ഹഖാ. നിങ്ങളോട് റബ്ബ് വാഗ്ദാനം ചെയ്തത് സത്യമായി നിങ്ങൾ എത്തിച്ചോ, അനുഭവിച്ചോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്നത്തെ ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റിയ ചോദ്യം. നബിയെ, ആത്മാക്കളില്ലാത്ത ബോഡികളോടാണോ ശരീരത്തോടാണോ തങ്ങൾ സംവദിക്കുന്നത്? തങ്ങളെ മറുപടി, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? കേൾക്കുമെന്നല്ലേ? ചോദ്യത്തിന്റെ അർത്ഥതാണ് കേൾക്കുമെന്നാണ്. തങ്ങൾ മറുപടി പറഞ്ഞു, മാ അൻതും ബി അസ്മഅ മിൻഹും.
അവരത്ര നിങ്ങൾ കേൾക്കൂല. അവര് കേൾക്കുന്ന അത്ര നിങ്ങൾ കേൾക്കൂല. അതാരാ? ശുഹദാക്കളൊന്നും അല്ല. അത് ശുഹദാക്കളെ പറ്റിയല്ല പറഞ്ഞത്. പിന്നെയോ ഖലീബ് ബദർ, ബദർ പൊട്ടക്കിണറ്റിലുള്ള മുശ്രിക്കുകളെ പറ്റിയാ പറഞ്ഞത്. മാൻ തുമ്പി അസ്മാമിൻഹും. അപ്പൊ സഹോദരങ്ങളെ കേൾക്കും, അവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നല്ല ഉറപ്പോടെ ആ വിഷയം വീക്ഷിക്കണം. സംശയമുണ്ടാകരുത്, സംശയമുണ്ടായി കഴിയരുത്. എല്ലാം തുറന്ന് വെളിവായിട്ട് സംശയം നീങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ പോരാ. ഖബറിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പുറം ലോകത്തേക്ക് എത്തുന്ന സമയത്ത്, ഖിയാമത്ത് നാളിങ്ങനെ ഇവിടെ നടന്നു കഴിയുന്ന സമയത്ത് അപ്പൊ ആർക്കും സംശയം ഉണ്ടാകൂലല്ലോ, എല്ലാവർക്കും ഉറപ്പായി. ഇപ്പൊ ഉറപ്പായിട്ട് എന്താ കാര്യം? ഇവിടുന്ന് വിശ്വാസം ഇവിടുന്ന് ആർജിക്കണം, ഇവിടുന്ന് ബലപ്പെടുത്തണം, സംശയങ്ങൾ ദൂരീകരിക്കണം. ഒരുപാട് സംശയങ്ങൾ പല വിഷയത്തെ പറ്റിയും വരും. അതൊരു വസ്വാസാണ്, പിശാചാണ് അതിന്റെ പിന്നിൽ. കഴിവിന്റെ പരമാവധി ഇൽമ് നേടിയിട്ട് അതിൽ നിന്ന് മാറണം. അഞ്ചാമത്തെ വിഷയം ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, വിജയവും പരാജയവും അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിശ്വാസികളെ പറ്റിയിട്ട് അവിശ്വാസികളെ പറ്റി രണ്ട് രൂപത്തിലല്ലേ ഇവിടെ പറഞ്ഞത്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. ഖിയാമത്ത് നാളിൽ സംശയിക്കുന്ന ആളുകൾ, അതിൽ തർക്കിക്കുന്ന ആളുകൾ, സംശയം പറയുന്നവർ, അവർ സത്യത്തിൽ നിന്ന് വളരെ ദൂരത്താണ്, അകലെയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി. അല്ലാഹു അടിമകളിൽ കൂടുതൽ ഗുണം ചെയ്യുന്നവനാണ്. അതുകൊണ്ടല്ലേ ഈ കിതാബ് അല്ലാഹു ഇറക്കി കൊടുത്തത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു ലത്തീഫുൻ, അല്ലാഹു ലുത്ഫ് ചെയ്യുന്നവനാണ്, അല്ലാഹു കനിവ് കൂടുതൽ നൽകുന്നവനാണ്. അതെ, ഈ കിതാബ് അല്ലാഹു ഇറക്കി കൊടുത്തത് വലിയൊരു കനിവാണ്. എത്രയെല്ലാം ഇൽമുകളുടെ ശേഖരമാണ്. പറഞ്ഞാലും അറിവ് നേടിയാലും തീരാത്തൊരു ലോകം. എല്ലാ വിഷയത്തിന്റെ തെളിവുകളും ഒരുമിച്ച് കൂട്ടി ഈ കിതാബ് അല്ലാഹു നൽകിയത് ഒരു കനിവാണ്, ലുത്തുഫാണ്. അതേ, ഭിന്നിച്ചുപോയ ആളുകൾ കടുത്ത ശിക്ഷ നിർബന്ധമാക്കിയവരാണ്. എന്നിട്ടും അല്ലാഹു ശിക്ഷയെ പിന്തിപ്പിച്ചത് അതും ഒരു ലുത്തുഫാണ്, കനിവാണ്. റബ്ബ് തആല ചെയ്ത ലുത്തുഫ് എണ്ണിയാൽ തീർക്കാൻ പറ്റുമോ? ഇല്ല. യർസുഖു മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു നൽകുന്നു. എന്തിന്? അല്ലാഹു നൽകുന്നത് പരീക്ഷണമായിട്ട് അല്ലാഹു നൽകുന്നുണ്ട്, പരിശോധനയായിട്ട് അല്ലാഹു നൽകുന്നുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞില്ലേ, ചിലർക്ക് അല്ലാഹു ധാരാളം കൊടുത്ത് ചിലർക്ക് കൊടുക്കാതിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ലിയഹ്താജൽ ബഅദു ഇലൽ ബഅദി. ചിലര് ചിലരിലേക്ക് ആശ്രയിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേ ചിലരെ അനുസരിക്കുകയുള്ളൂ. അതിനാണ് എല്ലാവർക്കും ഒരു ലെവലിൽ കൊടുക്കാത്തത്. അല്ലെങ്കിലോ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയാ. ചിലരെ പരിഹസിക്കുന്നവരായി കാണാൻ വേണ്ടിയാണ്. അല്ലാഹു തആല ഐശ്വര്യം കൊടുക്കുന്നത് ഫഖീറിനെ കൊണ്ട് ഐശ്വര്യവാനെ പരിശോധിക്കാനാണ്. ഫഖീർ അല്ലാഹു തആല ഫഖർ കൊടുക്കുന്നത് ഗിന കൊണ്ട് അവനെ പരിശോധിക്കാനാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന. നിങ്ങളിൽ നിന്ന് ചിലർക്ക് നാം പരീക്ഷണത്തിന് തന്നിരിക്കുന്നു. ആരൊക്കെയാണ് പരീക്ഷണം? ഫഖീറിന് ഗനിയൊരു പരീക്ഷണമാണ്. ഗനിയിനെ കാണുമ്പോൾ, അവന്റെ ഗിന കാണുമ്പോൾ ഈമാന് തെറ്റുന്നുണ്ടോ? ഇഖ്ലാസ് പോകുന്നുണ്ടോ? ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ നോട്ടമാണ്. അള്ളാഹു കൊടുത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹുവിന്റെ നോട്ടമാണ്. അതിന് ഫുഖറാഇന് അല്ലാഹു തആല ഒരുപാട് അഗ്നിയാഇനെ, സമ്പന്നരെ അള്ളാഹു വെളിവാക്കി കൊടുക്കും. പലർക്കും കണക്ക് നല്ലോണം അറിയും. അയാൾക്ക് ഇത്രണ്ട്, മറ്റാൾക്ക് അത്രണ്ട്, അവിടെ എത്രണ്ട്, ഇവിടെ എത്രണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിരാശയുണ്ടോ? ഇല്ലേ? അത് അല്ലാഹു തആല പരിശോധിക്കുകയാണ്. സമ്പന്നർക്കോ ഫക്കീറന്മാരെ പരിഗണിക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കുന്നുണ്ടോ? കൊടുക്കാനല്ലേ അവരെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചത്, സ്വന്തമാക്കാനല്ലല്ലോ. അവർ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു പരിശോധനയുണ്ട്. യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു വലിയ സ്നേഹമുള്ളവനാണ്. ഞാൻ ആ വാക്കിന് അങ്ങനെ അർത്ഥം വെച്ചത് എന്റെ വകയല്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലത്തീഫുൻ എന്നതിന്റെ അർത്ഥം ഹഫിയുൻ, അടിമകളോട് വലിയ സ്നേഹമുള്ളവനാണ്.
അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഒരു തരി പോലും വിശ്വസിക്കാത്ത ആളുകൾക്കും അള്ളാഹു സാവകാശം കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കുന്നു, അവരെ അള്ളാഹു തആല കുറ്റകൃത്യങ്ങളുടെ മേലിൽ പട്ടിണിക്കിട്ടിട്ട് അള്ളാഹു കൊല്ലുന്നില്ലല്ലോ. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതീഫും ബിൽ ബർരി വൽ ഫാജിരി, നല്ലവനും ദുഷിച്ചവനും അള്ളാഹു തആല എളുപ്പം ചെയ്തു കൊടുക്കുന്നു. ഹൈസു ലം യഖ്തുൽഹും ജൂഅൻ ബിമആസിഹിം, തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു പട്ടിണി കൊടുത്തവരെ കൊല്ലുന്നില്ലല്ലോ. അവരും ജീവിച്ചോട്ടെ, അവരും എന്റെ അനുഗ്രഹം ആസ്വദിച്ചോട്ടെ, വിശ്വസിക്കണമെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ, ആ കാര്യം അവരിലേക്ക് വിട്ടു. കൊടുക്കുന്നതിൽ അല്ലാഹു തആല എന്ത് കനിവുള്ളവനാണ്. അതെ, അല്ലാഹു തആല അവന്റെ ഔലിയാക്കളെ കൊണ്ട് പ്രത്യേകം കനിവുള്ളവനാണ്. അള്ളാഹുവിനെ അവരെ അറിയാൻ വേണ്ടിയാണ് അള്ളാഹു ആ കനിവ് കൊടുത്തത്. അള്ളാഹുവിലേക്ക് ആരെല്ലാം ആശ്രയിച്ചു വരുന്നോ അവരെയൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുന്നു. അള്ളാഹുവിന്റെ ലുത്ഫ് ചെറുതല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ബർക്കത്തിന് വേണ്ടി ഞാൻ ഗസാലി ഇമാം തങ്ങളെ ഒരു വിഷയം പറയട്ടെ. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, യഥാർത്ഥ കനിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതെ, നന്മകളുടെ ആഴത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നവനാണ് ലത്തീഫ്. മൻ യഅലമു ദഖായിഖൽ മസാലിഹി വഗവാമിദഹാ, അഗാധമായിട്ടുള്ള മസ്ലഹത്തുകൾ, എന്തെല്ലാം നന്മകൾ, ഏതെല്ലാം കനിവുകൾ, എന്തിൽ നിന്നെല്ലാം കൊടുക്കണം എന്ന് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ, അതിൽ നിന്ന് വളരെ അഗോചരമായതും വളരെ വലുതായതും ഒക്കെ അറിയണം. എന്നിട്ടോ അത് നൽകേണ്ടവരിലേക്ക്, നന്മയുള്ളവരിലേക്ക് വിനയത്തോടെ മയത്തോടെ എത്തിച്ചു കൊടുക്കണം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അതാണ് യഥാർത്ഥ ലത്തീഫ്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി, അല്ലാഹു നൽകുന്ന കനിവ് നമ്മളത് മനസ്സിലാക്കണം. ഈ അറിവിന്റെയും ഈ പ്രവൃത്തിയുടെയും പൂർണ്ണത അള്ളാഹുവിന് സ്വന്തമാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അള്ളാഹുവിന്റെ കനിവ് നോക്ക്. ഉമ്മയുടെ വയറ്റിൽ അല്ലാഹു തആല ഗർഭസ്ഥ ശിശുവിനെ അള്ളാഹു സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടിലായിട്ട്. അതെ, 3 ഇരുട്ടിന്റെ അറയാണ്, അതിന്റെ ഉള്ളിലാണ് ആ ഗർഭസ്ഥ ശിശു ഉള്ളത്. എന്നിട്ട് അതിന് നൽകുന്ന സംരക്ഷണം, അതിന് നൽകുന്ന ഭക്ഷണം, ബിവാസിതത്തി സുറത്തി, പൊക്കിളിലൊരു കൊടിയില്ലേ, അത് മുഖേനയല്ലേ അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്. വേർപിരിയുന്നത് വരെ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കാൻ വെച്ചൊരു മാർഗം. എന്തൊരു കനിവാണ്! എവിടെയും അള്ളാഹു പട്ടിണിക്കിടുന്നില്ല, കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നു. അത് പുറത്തേക്ക് വരുമ്പോഴോ അതിന് അള്ളാഹു സ്വതന്ത്രത കൊടുക്കുന്നു. പിന്നെ വായ കൊണ്ട് ഭക്ഷിക്കാൻ അള്ളാഹു തആല കഴിവ് കൊടുക്കുന്നു. അതെ, ആ വായ നേർക്ക് നേരെ അവരവരുടെ ഉമ്മയുടെ സ്തനഭാഗങ്ങളിൽ മുലപ്പാല് കുടിക്കാൻ ആ കുട്ടിക്ക് അല്ലാഹു തോന്നിപ്പിക്കുന്നു. അത് ഏത് രാത്രിയുടെ ഇരുട്ടാണെങ്കിലും മിൻ ഗൈരി താലീമിൻ, അതിനൊരു പഠിപ്പിക്കൽ വേണ്ട, അതൊരു പ്രത്യേകം കാണിച്ചു കൊടുക്കണ്ട, പ്രത്യേകം അറിയിച്ചു കൊടുക്കണ്ട, അല്ലാഹു തആല കൊടുക്കുന്ന കനിവാണ്. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ നിങ്ങള്, ഒരു കോഴി അതിന്റെ കോഴിമുട്ടയിൽ നിന്ന് ഒരു ചെറിയ കീറലുണ്ടാക്കി കുഞ്ഞിനെ പുറത്തേക്കെടുക്കുന്നു. ആ കുഞ്ഞു പുറത്തു വന്നാൽ അതിനെന്താണ് ഭക്ഷണം? കോഴിക്കുഞ്ഞിനെന്താ ഭക്ഷണം? കോഴിക്ക് പാല് കൊടുക്കാനില്ലല്ലോ. അള്ളാഹു കുറച്ച് കഴിയുമ്പോഴേക്ക് തോന്നിപ്പിക്കുന്നു ധാന്യം പെറുക്കിയെടുക്കാൻ. അതിന്റെ ചെറിയ വായ കൊണ്ട് ധാന്യം പെറുക്കിയെടുക്കുന്നു. പിന്നേതാ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയിട്ട് അതിനും സ്വതന്ത്ര വരുന്നു. ആദ്യം തള്ളയുടെ കൂടെ കറങ്ങി നടക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് ധൈര്യം വന്നു, കുറച്ച് അകലേക്ക് പോകുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് സ്വന്തമായി. തള്ളക്കോഴി ഇല്ലെങ്കിലും കുഞ്ഞതാ സ്വന്തമായി നടക്കുന്നു, ആഹാരം നേടുന്നു. കുട്ടികൾ അവര് ഉമ്മയുടെ പാല് കുടിക്കുന്നു. ആ പാല് കുടിക്കാൻ ഒരു ആശ്വാസം കൊടുത്തിട്ട് അല്ലാഹു തആല പല്ലിനെ സൃഷ്ടിക്കുന്നത് പിന്തിച്ചു വെക്കുന്നു. 1ാമത്തെ മാസം തന്നെ പല്ല് വരികയാണെങ്കിൽ ഉമ്മമാർക്ക് പാല് കൊടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് പാല് കൊടുക്കുന്നത് നിർത്തിപ്പോകും. വേദന വന്നു പോകും, മുറിവ് വന്നു പോകും, വിഷമം വന്നു പോകും, ചോര അവിടെ കെട്ടി നിന്നു പോകും. പല്ല് കൊടുക്കുന്നത് അല്ലാഹു തആല പിന്തിപ്പിച്ചു. പിന്നീട് പാല് ഇല്ലാതെ തന്നെ കുട്ടി ഭക്ഷണം കഴിച്ച് ജീവിക്കാവുന്നൊരു പാകതയിലേക്ക് വരുമ്പോ പതുക്കെ പതുക്കെ അള്ളാഹു പല്ല് മുളപ്പിച്ചു കൊടുക്കുന്നു. ആ പല്ല് തന്നെ
ചെറിയ പല്ല് കൊടുത്തിട്ട് ആവശ്യമായ ചെറിയ ഭക്ഷണങ്ങൾക്കുള്ള പല്ലല്ലേ ആദ്യം കൊടുക്കുന്നത്. സുമ്മ തഖ്സീമുൽ അസ്നാൻ, പിന്നെ പല്ലുകൾക്ക് അല്ലാഹു വിഹിതം കൊടുക്കുന്നു. പല്ലുകൾ ഏത് രൂപത്തിലുണ്ട്? ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, പൊട്ടിക്കാൻ ഒരു തരം പല്ല്, മുറിക്കാൻ വേറൊരു തരം പല്ല്, ചവച്ചരക്കാൻ വേറൊരു തരം പല്ല്. ഇപ്പയാണ് പലരും പല്ലിനെ കുറിച്ച് അന്വേഷിക്കുന്നത്, ഇങ്ങനൊക്കെ പല്ലുണ്ടോ. കിട്ടുന്ന സാധനങ്ങൾ മുഴുവനും ഭക്ഷിച്ചിട്ട് ഇപ്പോഴും പല്ലിനെ പറ്റി തിരിഞ്ഞു. എല്ലാ പല്ലൊരു മോഡലാ. അരച്ച് റെഡിയാക്കാൻ പറ്റിയ പല്ല് കണ്ടില്ലേ, ചക്രം മോഡൽ പല്ല് കോട്ടില്. ആ പല്ലിന് അല്ലാഹു തആല നല്ല ഒരു മെഷീന്റെ രൂപത്തിലാണ്, അതിന് ചെറിയൊരു കുഴിയും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ശരിക്കും അരക്കാൻ പറ്റിയത്. എന്നാ ചിലതൊക്കെ അങ്ങോട്ട് കടിച്ചിങ്ങോട്ട് റെഡിയാക്കണം. അതിന് നാ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു 3-4 പല്ലുകൾ അവിടെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു. ചിലത് ഓട്ടയാക്കണം, അതിന് 2 ഭാഗത്ത് ഉളിപ്പല്ല് വെച്ചു കൊടുത്തു. മുറിക്കാനും പൊട്ടിക്കാനും ചവച്ചരക്കാനും വ്യത്യസ്ത രീതിയിൽ അല്ലാഹു പല്ല് കൊടുക്കുന്നു. ആ പല്ലുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നു. റബ്ബിന്റെ കനിവെത്ര വലിയ കനിവാണ്. പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അല്ലാഹു പല്ല് കൊടുത്താൽ അവരുടെ ശരീരത്തിന് ഏറ്റവും വലിയ പോഷകാഹാരമായ മുലപ്പാല് ലഭിക്കാതെ പോകും. കൊടുക്കുന്ന ഉമ്മയോ പ്രയാസപ്പെട്ടു പോകും. അത് കുറച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു തആല നാവ് ഉപയോഗപ്പെടുത്താൻ കൊടുക്കുന്നു. ആ നാവ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അന്നുതുഖൂ, സംസാരമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ ടൈമായിട്ടുണ്ടാകൂല. നാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹു പാകപ്പെടുത്തി കൊടുത്തു. ആ നാവ് തൊള്ളയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആദ്യം ചില അക്ഷരങ്ങളൊക്കെ മൊഴിയാൻ തുടങ്ങി. ആ അക്ഷരങ്ങൾക്ക് അതിന്റെ ഉച്ചാരണ ശേഷി ശരിയല്ല, കാരണം നാവിന്റെ മൂർച്ച ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം അക്ഷരങ്ങളൊക്കെ മാറ്റമുണ്ടാകും, ഒരുപാട് അക്ഷരങ്ങൾ മാറ്റമുണ്ടാകും. പിന്നീടോ അല്ലാഹു തആല ആ ഭക്ഷണത്തെ പൊടിക്കുന്ന സ്ഥലത്തേക്ക് അല്ലാഹു മടക്കി കൊടുക്കുന്നു. പൊടിയാക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം എത്തുന്നു. കൽമിജ്റഫത്തി, ഒരു ചൂലുപോലെ ശരിക്കങ്ങോട്ട് അതാ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ട് ചൂല് കൊണ്ട് അടിച്ചു വാരി കൂട്ടിയതൊരു ഭാഗത്ത് കൂട്ടിയിടുന്നത് പോലെ ഭക്ഷണങ്ങളെല്ലാം നാവ് കൊണ്ട് നാവിനൊരു ചൂലാക്കി വെച്ചിട്ട് അത് പല്ലിൽ കുടുങ്ങിയതും പല ഭാഗത്തുള്ളതും ഒരു കൂട്ടി വെച്ചിട്ട് തായോട്ടെങ്ങിറക്കി വിടുന്നു. റബ്ബ് തആല തന്ന കനിവത്ര വലുതാണ്. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ പറയുന്നു, അവ്വലു നിഅമത്തിൻ അലൈഹി, മനുഷ്യൻ അല്ലാഹു കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം, അതേ അല്ലാഹു അവന് കൊടുത്ത ബഹുമാനമാണ്. അചേതന ലോകത്തിൽ നിന്ന്, ആലമുൽ ജമാദിൽ നിന്ന് ആലമുൻ നബാത്തിലേക്ക്, മുളക്കുന്ന ലോകത്തേക്ക്, വികസിക്കുന്ന ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അതേ മനുഷ്യനെ ജീവിയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്ന തരത്തിൽ അല്ലാഹു തആല വളർത്തി. പഞ്ചേന്ദ്രിയ ശക്തി എത്ര നേരത്തെ അല്ലാഹു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. നിങ്ങൾ നോക്ക്, പഞ്ചേന്ദ്രിയ കഴിവ് അല്ലേ. ഒരു കുട്ടി വീട്ടിലേക്ക് വന്നു, ഇപ്പൊ ആ കുട്ടിക്ക് ആ പലഹാരം കൊടുക്കേണ്ടി വരും ഉമ്മാക്ക് മനസ്സിലായി. അപ്പൊ ആ പലഹാരം കൊടുത്താൽ പിന്നെ അടുത്തുണ്ടാക്കിയ ഭക്ഷണം ഒന്നും കഴിക്കൂല. അപ്പൊ പതുക്കെ ഉമ്മ എന്ത് ചെയ്തു, അതൊരു പ്ലാസ്റ്റിക്കിലാക്കി, ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചു. കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി, എന്താ മന്നെ നോക്കുന്നത്, ഇവിടെ എന്തോ ഒന്ന് മണക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു പലഹാരം. അത് ഇവിടെ ആകൂല, അത് അടുത്ത പീടിയിലായിരിക്കും മോനെ. ആ വാസന ഇങ്ങോട്ട്, അല്ലല്ല ഇവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. കുട്ടി പരിശോധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാ പിന്നെ ഉമ്മാക്ക് രക്ഷല്ല. ഉമ്മ പറഞ്ഞാ നിക്ക് ഒക്കെ കൂടി നീ കിട്ടിയാല് അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തു തരാം. അല്ലാഹു തആല ആ മണം പിടിക്കാനുള്ള കഴിവ് എത്ര മുമ്പ് നൽകി. അതേ ആ കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്നിങ്ങനെ അരിച്ചിട്ടൊന്ന് കടിക്കുമ്പോ സംസാരം ഒന്നും നല്ലൾക്ക് വന്നിട്ടില്ല. അപ്പോഴേക്ക് ആ കുട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഉമ്മ എണീറ്റ് ലേറ്റിട്ട് നോക്കാണ്, ഉറുമ്പ് കടിച്ചു. എന്താ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോ ഉറുമ്പ് വന്നിട്ടുണ്ട് അതിലൂടെ അങ്ങനെ. അപ്പൊ എന്താ ഉറുമ്പ് വരാൻ കാരണം, നേരത്തെ കടന്നപ്പോ ചെറിയ ഒരു പലഹാരം കയ്യിലുണ്ടായിരുന്നു, അത് അവിടെ എവിടെയോ തെറിച്ച് വീണിട്ട് അതിന്റെ മണം പിടിച്ച് ഉറുമ്പ് വന്നതാണ്.
കുട്ടി നേരത്തെ മണം പിടിച്ചതുപോലെ ഉറുമ്പും മണം പിടിച്ചു വന്നു. ആ ഉറുമ്പ് അവിടെ ഇങ്ങനെ പല ഭാഗത്തും ബാക്കിയുള്ളത് ഭക്ഷിക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറച്ച് കടി കിട്ടിയതാണ്. അപ്പൊ പിന്നെ അത് ക്ലീൻ ചെയ്തു. അള്ളാഹു കൊടുക്കുന്ന അറിവ് നോക്ക് നിങ്ങൾ. മനുഷ്യന്റെ പഞ്ചേന്ദ്ര ശക്തി അള്ളാഹു കൊടുത്ത് മുതഹരിക്കം ബില്ലിറാദ, സ്വയം ചലിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുക്കുന്നു. പിന്നെ ആ മനുഷ്യന് നല്ല ബുദ്ധിവൈഭവം കൊടുക്കുന്നു. അവൻ അള്ളാഹു തആല ഉയർത്തുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കാലാകാലത്തെ വിജയത്തിലേക്ക് മനുഷ്യനെ അള്ളാഹു എളുപ്പം കൊടുക്കുന്നു. വമിൻ ലുതുഫിഹി, അള്ളാഹുവിന്റെ കനിവിൽപ്പെട്ടതാണ് ചെറിയ സമയം കൊണ്ട് കാലകാലത്തെ വിജയത്തിലേക്ക്, സ്വർഗലോകത്തേക്ക് മനുഷ്യൻ അള്ളാഹു എളുപ്പം കൊടുക്കുന്നു. ഫീ മുദ്ദത്തിൻ ഖസീറ, ചുരുങ്ങിയ കാലത്ത്, ചുരുങ്ങിയ ആയുഷ്കാലം ഉപയോഗപ്പെടുത്തിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് എത്ര ആളുകളാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1-2 ദിവസം കഴിയുമ്പോഴേക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് മദീനയിൽ ഒരു മനുഷ്യനെത്തി. അദ്ദേഹം പഴയ വിവരങ്ങൾ പലതും അറിവുള്ള ആളാണ്. സ്വഹാബത്തൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, സങ്കടം മാറിയിട്ടില്ല. ഈ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നബി? അത് കേൾക്കുമ്പോ സ്വഹാബത്ത് വീണ്ടും കരയുകയാണ്. നബി തങ്ങളെ ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. സങ്കടം കണ്ടപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഇവരൊക്കെ കരയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിലെ നേതാവ് ആരാണ്? എല്ലാവരും കൂടി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. വിശേഷിപ്പിച്ചു കൊടുക്കാൻ, വർണ്ണിച്ചു കൊടുക്കാൻ വാക്കുകൾ ലഭിക്കുന്നില്ല. വിഷമം കൊണ്ട്, സങ്കടം കൊണ്ട് വാക്കുകൾ വരുന്നില്ല. തൗറയിൽ നിന്ന്, ഇഞ്ചീലിന്റെ കോപ്പികളിൽ നിന്ന് വായിച്ചറിഞ്ഞ് വിശേഷണങ്ങളൊത്ത നബിയെ കാണാൻ മദീനയിൽ വന്ന മനുഷ്യൻ അവസാനം കേൾക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്നാണ്. ആ മനുഷ്യൻ സങ്കടപ്പെട്ടു, വിഷമത്തിലായി. എന്നിട്ട് പറയുന്നു, ഇത്രത്തോളം ബഹുമാനവും സ്നേഹവും നിങ്ങളെ കൽബുകളിൽ രൂഢമൂലമായ നേതാവാണെങ്കിൽ, ആ നേതാവിനെ കാണാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ നേതാവിന്റെ വല്ല തിരുശേഷിപ്പുകളും ലഭിക്കുമോ? അങ്ങനെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വശമുള്ള ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം സ്പർശിച്ച ജുബ്ബ കൊണ്ടുവന്നപ്പോ മാറി മാറി സ്വഹാബത്ത് ആ ജുബ്ബയിൽ കൈവെക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യന് വല്ലാത്ത സങ്കടവും മുത്തുനബി തങ്ങളോടുള്ള മഹബത്തും കാരണം ഉടനെ ഇസ്ലാം പ്രഖ്യാപിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ഭൂമിയിൽ താമസം വേണ്ട. ഞാനിവിടെ കാണാൻ ആഗ്രഹിച്ചത്, ദൂര നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത് നീ ഏറ്റവും വലിയ മഹത്വം നൽകിയ നിന്റെ ഹബീബിനെ കാണാനാണ്. പക്ഷേ ഇപ്പോൾ എനിക്കതിന് അവസരമില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നീ അങ്ങ് പിടിച്ചോ. ഒരു വഖ്തും നിസ്കരിച്ചിട്ടില്ല, ഒരു വർഷത്തെ സകാത്തും കൊടുത്തിട്ടില്ല, ഉടനെ അങ്ങ് മരണപ്പെട്ടു പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വസിച്ച്, അള്ളാഹുവിൽ വിശ്വസിച്ച് പിന്നേതാ ജന്നത്തുൽ ബഖീൽ ഇടം നേടുന്നു. ചുരുങ്ങിയ ആയുഷ്കാലം കൊണ്ട് വലുത് സമ്പാദിച്ച് നീങ്ങിയ മഹത്തുക്കളുണ്ട്. 45 കൊല്ലം ജീവിച്ച് 450 കൊല്ലത്തെ സേവനം ചെയ്ത് ജീവിച്ച ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു കാലകാലത്തെ വിജയത്തിലേക്ക് പ്രവേശിച്ചു. അള്ളാഹു നൽകുന്ന എളുപ്പമാണ്. ചുരുങ്ങിയ ആയുഷ്കാലം കൊണ്ട് ശാശ്വതമായ വിജയത്തിലേക്ക് പോകാനുള്ള വഴി അള്ളാഹു വിജയികളിൽ നമ്മളെ ചേർത്തി തരട്ടെ. ഇനിയും ഗസാലി ഇമാം തങ്ങൾ എണ്ണുന്നുണ്ട്,
ക്ലിയറായ പാല് റബ്ബ് തരുന്നത് വലിയൊരു കനിവാണ്. എവിടുന്നാ അള്ളാഹു പാല് തരുന്നത്? മിംബൈനി ഫർത്തിൻ വദമിൻ, രക്തസഞ്ചിയുടെയും അതുപോലെ തന്നെ മലിനസഞ്ചിയുടെയും ഇടയിൽ നിന്ന്. അതേ, രക്തത്തിന്റെ ചുയയില്ല, രക്തത്തിന്റെ നിറമില്ല, വിസർജ്യ വസ്തുവിടെ വാസനയില്ല, അതിന്റെ കളറില്ല. ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്ന ക്ലിയറായ പാല് അല്ലാഹു തരുന്നു. അതവന്റെ ഒരു കനിവാണ്, വളരെ വലിയ സ്നേഹമാണ്. വഇഖ്റാജുൽ ജവാഹിരിൻ നഫീസതി മിനൽ അഹ്ജാരിസ് സുൽബാ, ഉറച്ച പാറക്കല്ലുകളുടെ ഉള്ളിൽ നിന്ന് വിലപിടിപ്പുള്ള മുത്തുകളെയും രത്നങ്ങളെയും പുറത്തെടുത്തു തരുന്നത് അല്ലാഹു മനുഷ്യന് തരുന്ന ലുത്ഫാണ്. എത്ര കുടികളാ കുടിക്കുന്നത്? പൊൻകുടികളായി മാറുന്നത് എത്ര സ്ഥലമാണ്? പാറക്കല്ലുകൾക്ക് ഉള്ളിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന മുത്തുകളെ രത്നങ്ങളെ പെറുക്കിയെടുക്കുന്നു. മനുഷ്യൻ അല്ലാഹു നൽകുന്ന എളുപ്പം എത്രയാണ്! മനുഷ്യന് സാമ്പത്തികമായി പുരോഗതിക്കല്ലേ അല്ലാഹു ഇതൊരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ നീന്തി തുടിക്കുന്ന ആളുകൾ എത്രയാണ് വാരിക്കൂട്ടുന്നത്. കടലിൽ പോയി ചിപ്പിയെടുക്കുന്നവർ എത്ര വിലപിടിപ്പുള്ള മുത്തുകളെയാണ് വാരിക്കൂട്ടുന്നത്. അല്ലാഹു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് മനുഷ്യൻ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ. പിന്നെയും പറയുന്നു, വൈഖ്റാജുൽ അസ്ലി മിനൻ നഹ്ലി, തേനീച്ചയിൽ നിന്ന് തേൻ അല്ലാഹു പുറപ്പെടുവിക്കുന്നത് വലിയ സിദ്ധ ഔഷധമാണല്ലോ, വലിയ എളുപ്പമാണല്ലോ. വല്ലിബിരീസമി മിനദ്ദൂദി, പുഴുവിൽ നിന്നല്ലേ അല്ലാഹു പട്ട് നൽകുന്നത്. എത്ര വലിയ കനിവാണ്. വദ്ദുർരി മിനസ്വദഫി, ചിപ്പിയിൽ നിന്ന് മുത്തു നൽകുന്നത്. ഇങ്ങനെ എണ്ണിയാൽ ധാരാളമുണ്ട്. അതേ, ഈ വിഷയത്തിൽ നിന്ന് അടിമ എടുക്കേണ്ട വിഹിതം എന്താണെന്നറിയോ? അടിമ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ലത്തീഫാണ് എന്ന് പറയുമ്പോ അടിമകളായ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അർരിഫ്ഖു ബിഇബാദത്തില്ലാ ബിഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളോട് നമ്മൾ സ്നേഹം കാണിക്കണം. അള്ളാഹുവിന്റെ അടിമകളോട് നല്ല നിലക്ക് പെരുമാറണം. വത്തലത്തുഫു ബിഹിം ഫിദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിൽ അവരോട് കനിവ് കാണിച്ച് സ്നേഹം കാണിച്ച് ക്ഷണിക്കണം. എന്നിട്ട് വൽ ഹിദായത്തു ഇലാ സഅദത്തിൽ ആഖിറ, ആഖിറത്തിന്റെ വിജയത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കണം. മിൻ ഗൈരി ഇസ്റാഇൻ, നിസ്സാരമാക്കാതെ, വഉൻഫിൻ, വെറുപ്പ് പ്രകടിപ്പിക്കാതെ, വമിൻ ഗൈരി തഅസ്സുബിൻ, പക്ഷപാതം കാണിക്കാതെ, വഖിസാമിൻ, തർക്കം കൂടാതെ. അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളോട് വലിയ ലുത്ഫ് ചെയ്തതാണ്. അത് ഗസാലി ഇമാം തങ്ങൾ അവസാനം പറയുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയാതെ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, പറഞ്ഞതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കഴിയൂല. പടച്ചോനെ, ആ ഖുശൂവിന്റെ ഒരു ഹൂലും കൂടെ എത്തൂല, പിന്നല്ലേ ബാക്കി ഒരക്ഷരത്തിൽ പോലും എത്തൂല. ഞാൻ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടതുപോലെ നിസ്കരിക്കുക, അത് എളുപ്പമാണ്. കാരണം സ്വഹാബത്ത് കണ്ടു എങ്ങനെയാണ് കൈ വെക്കുന്നത്, എങ്ങനെയാണ് കൈ താഴ്ത്തുന്നത്, എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത്തഹിയാത്ത് ഓതുന്നത്, അതവർ കേട്ടു. എങ്ങനെയാണ് ഫാത്തിഹ ഓതുന്നത്, എങ്ങനെയാണ് ഇത്തിദാല്, എങ്ങനെയാണ് തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിടവാങ്ങുന്നത്, എല്ലാം അവർ കണ്ടു. അത് വലിയൊരു എളുപ്പമാണ്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? അത് വലിയൊരു പ്രയാസാകും. ഗസാലി ഇമാം തങ്ങൾ പറയാണ്, അള്ളാഹു നൽകുന്ന ലുത്ഫ് ചെറുതല്ല, വളരെ വലുതാണ്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു തആല അവന്റെ അടിമകളെ കൊണ്ട് ലുത്ഫ് ചെയ്യുന്നവനാണ്, സ്നേഹം നൽകുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കാരുണ്യത്തിൽപ്പെട്ട ഒന്നാണ് തങ്ങളൊരു ദുആ അള്ളാഹുവിനെ വിളിച്ച് ദുആർക്കാറുണ്ട്. ഇമാം ഖുതുബി തങ്ങൾ പഠിപ്പിക്കുന്നു, എന്താണ് ആ ദുആ? അല്ലാഹുവേ യാ മൻ അൽഹറൽ ജമീല വസതറൽ ഖബീഹ്. നിങ്ങൾ നോക്ക്, തെറ്റുകളൊക്കെ അല്ലാഹു മറച്ചു വെച്ച് നന്മകൾ മാത്രം അല്ലാഹു നമ്മളിൽ നിന്ന് വെളിവാക്കി, അല്ലേ? ഒരു മനുഷ്യന് മറ്റൊരുള്ള അനുഭവത്തിൽ അല്ലാഹു പങ്കെടുക്കുന്ന ഏതാ കൂടുതൽ? നന്മകളാണ്. അവൻ എത്ര വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്, അത് അല്ലാഹു തആല മറച്ചു വെക്ക്. അല്ലാഹുവിന്റെ ലുത്ഫ് ചെറുതാണ്. നമ്മളുടെ വീക്ക്നെസ്സുകൾ മറച്ചു വെച്ച് നമ്മളിൽ നിന്ന് നന്മകൾ പുറം ലോകത്തേക്ക് വെളിവാക്കും. കേടുകളല്ലേ വെളിവാക്കുന്നത്, ദൂഷ്യാവസ്ഥകളല്ലേ. നമ്മളെ മനസ്സിന് എത്ര പോരായ്മയുണ്ട്, അതൊന്നും അല്ലാഹു പുറം ലോകത്തേക്ക് വെളിവാക്കുന്നില്ല. മനസ്സ് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളിലുള്ള നന്മകളാണ് അല്ലാഹു പുറത്തേക്ക് വെളിവാക്കുന്നത്. അതുകൊണ്ടാണ് വിധങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്,
യാ മൻ അൽഹറൽ ജമീല വസതറൽ ഖബീഹ്. ദുഷിച്ചത് മറച്ചു വെക്കുന്ന അല്ലാഹുവേ, നല്ലത് പുറത്തേക്ക് വെളിവാക്കുന്ന അല്ലാഹുവേ എന്ന് തങ്ങൾ ദുആയിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർത്തുബി ഇമാം തങ്ങൾ പറയുന്നു. അത് വലിയൊരു ലുത്ഫാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പരിഗണിക്കും? നമ്മളെ സ്വകാര്യങ്ങൾ, സീക്രട്ടുകൾ ഒരു പക്ഷേ വെളിവാക്കിയാൽ മക്കൾ പോലും, സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ പോലും ഒരു പക്ഷേ നമ്മൾ അംഗീകരിച്ചെന്ന് വരില്ല. വീഴ്ചകളാണ്, വ്യക്തിപരമായി വരുന്ന വൈകല്യങ്ങളാണ്. അതുപോലും പുറത്തേക്ക് വെളിവാക്കാതെ, അത് അന്യോന്യം ആരിലേക്കും പ്രദർശിപ്പിക്കാതെ സ്വകാര്യമാക്കി വെച്ചത് പെർമിഷനായി തന്നതല്ല, അള്ളാഹുവിന്റെ ലുത്ഫ് പഠിപ്പിച്ചതാണ്. നമ്മളത് പറ്റേ മായ്ച്ചു കളയാനും ആഖിറത്തിലെത്തിയിട്ട് വെളിവാകാതിരിക്കാനും അള്ളാഹുവിനോട് ചോദിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു ചെയ്യുന്നൊരു ലുത്ഫാണിത്. ഒരു മനുഷ്യന്റെ മോശപ്പെട്ട അവസ്ഥകളൊന്നും വെളിവാക്കാതെ നന്മകൾ വെളിവാക്കുക. എന്നിട്ട് ആളുകളൊക്കെ അവനെ കുറിച്ച് നല്ലത് ഓർക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രശംസിക്കാൻ, അവന് വേണ്ടി നന്മകൾ ധാരാളം ചെയ്യാൻ അള്ളാഹു പുറത്തേക്ക് വെളിവായി കൊടുക്കുന്നത്. സീക്രട്ടുകളായിട്ട് എത്ര ഉണ്ടാകും, എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടാകും. നമ്മളൊന്നും മാസൂമിങ്ങളല്ലല്ലോ. പക്ഷെ അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു വലിയ ഇഹ്സാനാണ്, വലിയ ഗുണമാണ്, വലിയ ലുത്തുഫാണ്. അള്ളാഹു അവന്റെ ലുത്തുഫിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ, നമ്മെ അള്ളാഹു ചേർത്തി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ലുത്തുഫിനെ പറ്റി പറഞ്ഞ യാ ലത്തീഫ് ദിക്ർ കുറച്ച് ചൊല്ലി ദ്വാരക്കേണ്ടതുണ്ട്.